ബഹുമാന്യനായ വൈദിക ശ്രേഷ്ഠൻ, ഇന്ന് ഈ പരിശുദ്ധമായ ആലയത്തിലേക്ക് പ്രാർത്ഥിക്കുവാനായി ധ്യാനിക്കുവാൻ തക്കവണ്ണം കടന്നു വന്നിരിക്കുന്ന ഏവരും ദൈവനാമത്തിൽ ഏവർക്കും സ്നേഹ വന്ദനം. പരിശുദ്ധനായ പരിമലത്തിന്മേലുള്ള കവറോടെ കൂടിക്കൊള്ളുന്ന പരിപാവനമായ ഒരു ദേവാലയ അങ്കണത്തിൽ നിന്നുകൊണ്ട് ദൈവനാമത്തിൽ സംസാരിക്കുക, ദൈവജ്ഞാനം ധ്യാനിക്കുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായ ഒരു ദൗത്യമാണ്. എങ്കിലും ദൈവനാമത്തിൽ ആശ്രയിച്ചുകൊണ്ട് പരിശുദ്ധനായ പരിമലത്തിലെ മധ്യസ്ഥയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ആ ബുദ്ധിമുട്ടിന് ഞാൻ മുതിരുകയാണ്. ഈ ദേവാലയം അനേകർക്ക് ശാന്തിയുടെയും സമാധാനത്തിന്റെയും പ്രയാസങ്ങളുടെ നിത്യാണിയായി ആശ്രയകേന്ദ്രമായി തീരുന്നു എന്നുള്ളത് അനേക വിശ്വാസികൾക്ക് അനുഭവവേദ്യമായ സംഗതിയാണ്. ഈ ദേവാലയത്തിൽ പ്രാർത്ഥിക്കുവാനായി കടന്നു വരുന്നവർക്ക്, ഈ ദേവാലയത്തിൽ വചനം കേൾക്കുവാൻ കടന്നു വരുന്നവർക്ക് ദൈവം അനുഗ്രഹം ആരി നൽകുന്നു എന്നുള്ളത് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ എനിക്കും നിങ്ങൾക്കും സാക്ഷിക്കുവാനായിട്ട് സാധിക്കും. ആ ദേവാലയത്തിന്റെ പരിശുദ്ധമായ ഈ അന്തരീക്ഷത്തിൽ ദൈവമുമ്പാകെ കുറച്ചു നേരം ആയിരിക്കുവാൻ, ദൈവജനത്തിൽ നിന്നും ധ്യാനിക്കുവാൻ, കേൾക്കുവാൻ ദൈവം നൽകിയ ഈ അവസരത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇന്നത്തെ ഈ ദിവസം ഈ ധ്യാനത്തിന്റെ അനുഭവത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പ് ധ്യാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒന്ന് രണ്ട് ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്കൊന്ന് കൊണ്ടുവരട്ടെ. എന്താണ് ധ്യാനം? റിട്രീറ്റ് എന്ന് പറയുന്ന പദം, റീട്രീറ്റ്, പുനരായി ട്രീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പുനരായി ഒന്നുകൂടെ റീ അറേഞ്ച് ചെയ്ത് ട്രീറ്റ് ചെയ്യുന്ന അനുഭവം. എന്തിനെയാണ് റിട്രീറ്റ് ചെയ്യേണ്ടത്? മനസ്സിനെ റിട്രീറ്റ് ചെയ്യാൻ തക്കവണ്ണമുള്ള ഒരനുഭവമാണ് ധ്യാനം. അപ്പോൾ ധ്യാനത്തിൽ നമ്മളെ ആ അനുഭവത്തിലേക്ക് നയിക്കേണ്ടത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിന്റെ അനുഭവമാണ് നമ്മളെ ധ്യാനത്തിലേക്ക് നയിക്കുന്നത് എന്ന് ഓർക്കണം. ഇന്നിവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും, ദേവാലയത്തിൽ കടന്നു വന്നിരിക്കുന്ന ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവിടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഇവിടെ ദേവാലയത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? പരിശുദ്ധനായ മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 31-ാം വാക്യം, വളരെ ശ്രദ്ധേയമായ ഒരു വാക്യത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു: കം വിത്ത് മീ by yourselves to a quiet place and get some rest. പറയുന്നത് എന്താണ്? ഏകാന്ത സ്ഥലത്ത് വേറിട്ട് വന്ന് അല്പം ആശ്വസിച്ചുകൊള്ളുവീൻ. ഇത് ലോകരക്ഷകനായ ക്രിസ്തു തന്നെ കേൾക്കുവാൻ വരുന്ന സമൂഹത്തോട്, തന്നെ കേൾക്കുന്ന സമൂഹത്തോട് ഉത്തരവാദിത്വം ലഭിച്ച ശിഷ്യന്മാരോട് പറയുന്ന ഒരു വാക്കാണ്. ലോകത്തിലൊക്കെ ദൗത്യങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് നിങ്ങൾ പോകുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ പല കാര്യത്തിൽ മുഴുകി പലവിധമായ ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ ശിഷ്യന്മാരോട് കർത്താവായ യേശു ക്രിസ്തു പറയുന്നു, നിങ്ങൾ ഇനിയും ഒരേകാന്ത സ്ഥലത്ത് വന്ന് അല്പനേരം ആശ്വസിച്ചുകൊള്ളുവീൻ. ഇതാണ് ധ്യാനം. നമ്മുടെ ജീവിതത്തിലെ തിരക്കുകളൊക്കെ ഒഴിഞ്ഞ്, ജീവിതത്തിലെ പലവിധമായ പശ്ചാത്തല അനുഭവങ്ങളിൽ നിന്നും ഒഴിഞ്ഞ് ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത് പ്രാർത്ഥിക്കുവാൻ, ധ്യാനിക്കുവാൻ ആണ് എങ്കിൽ ഇത് ഒരു ആശ്വാസത്തിന്റെ കേന്ദ്രമായി തീരണം. ഇത് അല്പം നമ്മുടെ ജീവിതത്തിൽ റെസ്റ്റിന്റെ അനുഭവമായി തീരണം. ഏകാന്ത സ്ഥലത്ത് ദൈവസന്നദ്ധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുവാൻ, ദൈവത്തോട് അല്പനേരം സംസാരിക്കുവാൻ തക്കവണ്ണമുള്ള ഒരനുഭവമായി ഈ ധ്യാനം തീരണം. അതുകൊണ്ടാണ് ധ്യാനത്തെ കുറിച്ച് പറയുന്നത് ദൈവസന്നിധിയിലുള്ള വിശ്രമമാണ് ധ്യാനം. ദൈവസന്നിധിയിലുള്ള വിശ്രമമാണ് ധ്യാനം. അപ്പോൾ ഈ ധ്യാനത്തിൽ നമ്മുടെ ജീവിതത്തിലെ ഭാരങ്ങളെയും പ്രയാസങ്ങളെയും നമ്മൾ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും അല്പനേരം ഒന്ന് മാറ്റി ദൈവവാക്കുകൾക്ക് ചെവി കൊടുത്ത് ആ വാക്കുകളെ ഹൃദയത്തിലേക്ക് സന്നിവേശിപ്പിക്കുവാൻ തക്കവണ്ണമുള്ള
ചുരുങ്ങിയ സമയങ്ങളായി വേർതിരിക്കണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ധ്യാനത്തിൽ കൂടെ നമുക്ക് ദൈവത്തെ കാണുവാനായിട്ട് സാധിക്കണം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വേദഭാഗത്ത് നമ്മൾ കാണുന്ന ഒരു വ്യക്തിയുണ്ട്. വളരെ സുപരിചിതനായ ഒരു വ്യക്തി, മറ്റാരുമല്ല, സഖായി എന്ന് പറയുന്ന ഒരു വ്യക്തി. സഖായി തൻ്റെ കുറവുകളെ കുറിച്ച് ബോധ്യമുള്ളവനായിരുന്നു. തനിക്ക് പൊക്കക്കുറവുള്ളവനായിരുന്നു എന്ന് അദ്ദേഹം സ്വയമായി മനസ്സിലാക്കുവാൻ സാധിച്ചു. അങ്ങനെ സഖായി യേശു ക്രിസ്തു യെരീഹോവിൽ കൂടി കടന്നു വരുന്നുണ്ട് എന്ന് കേൾക്കുവാൻ ഇടയായപ്പോൾ സഖായി എന്ത് ചെയ്തു? യേശുവിനെ ഒന്ന് കാണണം എന്ന് ആഗ്രഹിച്ചു. അവന്റെ മനസ്സിലുണ്ടായ സാധ്യം എന്നാ? യേശുവിനെ ഒന്ന് കാണണം. ഇതാണ് സഖായിയുടെ മനസ്സിലുണ്ടായത് ചിന്ത. ആ യേശുവിനെ കാണുവാനായിട്ട് അവൻ ഓടി കാട്ടത്തിയിൽ കയറി. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, ഒരു നീളം കുറഞ്ഞ ഒരു വ്യക്തി ഒരു വലിയ മരത്തിൽ കയറണമെങ്കിൽ എത്ര ത്യാഗങ്ങൾ സഹിക്കണം. അത് സ്ലായിപ്പെട്ടൊന്നുമല്ല കയറുന്നത്, ത്യാഗങ്ങൾ സഹിച്ച് പരവേശം പിടിച്ച് കയറുകയാണ്. ഒരു പക്ഷെങ്കിൽ അവന്റെ കാലിലെ തൊലിയൊക്കെ പോയിരിക്കാം, അവൻ നെഞ്ചത്തെ തൊലിയൊക്കെ പോയിരിക്കാം. അവൻ ആ പ്രയാസങ്ങൾ സഹിച്ച് എന്ത് ചെയ്തു? യേശുവിനെ കാണുവാനായിട്ട് കാട്ടത്തിയിൽ കയറിയിരുന്നു. പിന്നീടാണ് ഏറ്റവും ശ്രദ്ധേയമായി നമ്മുടെ ഹൃദയത്തിലൊക്കെ സന്തോഷം നൽകുന്ന അനുഭവം. യേശു ക്രിസ്തു ആ വഴിയെ കടന്നു വന്നു, സഖായിരിക്കുന്ന മരത്തിന് താഴെ വന്നു. സഖായി മുകളിലിരിക്കുന്ന കണ്ട യേശു അവനെ നോക്കി. എന്നിട്ട് എന്നാ പറഞ്ഞത്? സഖായിയെ, നീ വേഗം ഇറങ്ങി വരിക, നീ എന്നെ കാണുവാൻ ആഗ്രഹിച്ചു, അതുകൊണ്ട് ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കുവാനായി പോവുകയാണ്. 2 ദിവസം യേശു സഖായിയുടെ കൂടെ താമസിച്ചു എന്നാണ് ബൈബിൾ പറയുന്നത്. എന്താണ് അവൻ ആഗ്രഹിച്ചത്? യേശുവിനെ ഒന്ന് കാണണം. ഇതായിരുന്നു സഖായിക്കുണ്ടായ അനുഗ്രഹം. നമ്മൾ ദേവാലയത്തിലേക്ക് വന്നിരിക്കുന്നത് ക്രിസ്തുവിനെ ഒന്ന് കാണണം, ക്രിസ്തുവിനെ എൻ്റെ ജീവിതത്തിലേക്കൊന്ന് കൊണ്ടുവരണം. ഇതാണ് നമ്മുടെ ജീവിതത്തിലുള്ള ആഗ്രഹം. അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ക്രിസ്തു നമ്മുടെ കൂടെ വസിക്കും. നമ്മുടെ ഭവനത്തിലുണ്ടാകും, ജീവിതത്തിലുണ്ടാകും, ഹൃദയത്തിലുണ്ടാകും, നമ്മുടെ എല്ലാ അനുഭവത്തിലും ഉണ്ടാകും. സഖായിയെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരാം. ഈ ധ്യാനാത്മകരമായി ചുരുങ്ങിയ സമയങ്ങൾ നമ്മൾ ദൈവ മുമ്പാകെ വേർതിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് സഖായി ഒരു മാതൃകയാകണം. ക്രിസ്തുവിനെ കാണുവാനുള്ള ആഗ്രഹമാണ് ധ്യാനത്തിന്റെ അനുഭവം. അങ്ങനെ ക്രിസ്തുവിനെ കാണുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ക്രിസ്തു നമ്മളോട് കൂടെ നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മൾ ഏർപ്പെടുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകും. അതുകൊണ്ട് ഈ ധ്യാനം സഖായിയെ പോലെ ക്രിസ്തുവിനെ കാണുവാനായിട്ട് ഇടയാകണം. മനുഷ്യനെ 4 തരം വസ്തുക്കളോട് ഉപമിക്കാറുണ്ട്. വെള്ളത്തോട് ഉപമിച്ചുകൊണ്ട് 4 കാര്യം. ഒന്ന്, മനുഷ്യനെ കുറിച്ച് അവനെ പറയുന്നത് മരമനുഷ്യർ എന്ന് പറയും. മരം വെള്ളത്തിലിട്ടാൽ എന്ത് പറ്റും? പൊങ്ങിക്കിടക്കും, അല്ലേ? ഇതുപോലെ ചിലരുണ്ട്, എവിടെ ഇട്ടാലും പൊങ്ങിക്കിടക്കും, മറ്റൊന്നും അവന് ബാധകമല്ല, മറ്റൊന്നും അവന് പ്രശ്നമല്ല. രണ്ടാമത്തെ മനുഷ്യനാണ് കല്ലു മനുഷ്യർ എന്ന് പറയും. കല്ലിനോട് ഉപയോഗിച്ചിരിക്കുന്നത് പറയും, കല്ല് വെള്ളത്തിലിട്ടാൽ താണു പോകും. ചില മനുഷ്യരിങ്ങനെയാണ്, എല്ലാം സമൂഹത്തിൽ ജീവിക്കുന്നുവെങ്കിലും താണു കിടക്കും. എനിക്കൊന്നും വിഷയമല്ല, എന്നെ ഒന്നും ഏൽക്കുന്ന പ്രശ്നമല്ല, എനിക്ക് എൻ്റെ കാര്യം. മൂന്നാമത്തെ മനുഷ്യരെ കുറിച്ച് പറയുന്നത് സ്പോഞ്ച് മനുഷ്യർ എന്ന് പറയും. സ്പോഞ്ച് മനുഷ്യർ എന്ന് പറഞ്ഞാൽ വെള്ളത്തെ ഇട്ടാൽ എന്ത് പറ്റും? വെള്ളം കുടിച്ച് വീർക്കും. നമ്മുടെ രാഷ്ട്രീയക്കാരെ പോലെയൊക്കെ വെള്ളം കുടിച്ചങ്ങോട്ട് വീർക്കും. മറ്റാരെ കുറിച്ചും യാതൊരു കൺസേണുമില്ല, എനിക്ക് എൻ്റെ കാര്യം. നാലാമത്തെ മനുഷ്യരെ കുറിച്ച് പറയുന്നത് പഞ്ചസാര മനുഷ്യർ. എന്ത് പറ്റും? വെള്ളത്തിലിട്ടാൽ, പഞ്ചസാര വെള്ളത്തിലിട്ടാൽ പിന്നെ അത് കാണുക പോലുമില്ല, പക്ഷെങ്കിൽ അത് രുചി നൽകുന്നു. കുടിക്കുന്നവർക്ക് ഏറ്റവും അനുഭവമായി മധുരത്തിന്റെ അനുഭവം നൽകുന്നു. അപ്പോൾ 4 തരം മനുഷ്യരുണ്ട്. എൻ്റെ കല്ല് മനുഷ്യർ, മരമനുഷ്യർ, കല്ലു മനുഷ്യർ, സ്പോഞ്ച് മനുഷ്യർ, പഞ്ചസാര മനുഷ്യർ. നിങ്ങളിതിൽ ഏതിൽപ്പെടും എന്ന് ശാന്തമായി ചിന്തിക്കുവാൻ, മറ്റുള്ളവരുടെ ഒന്നും എനിക്ക് പ്രയാസമല്ല, മറ്റുള്ള കഷ്ടപ്പാടുകളൊന്നും എനിക്ക് ബാധകമല്ല എന്ന് ചിന്തിക്കുന്ന കല്ല് മനുഷ്യരെ പോലെയോ മരമനുഷ്യരെ പോലെയോ സ്പോഞ്ച് മനുഷ്യരെ പോലെയാണോ? പക്ഷെങ്കിൽ മറ്റുള്ളവർ എൻ്റെ വാക്കുകൾ കൊണ്ട്, എൻ്റെ ചിന്തകൾ കൊണ്ട്, എൻ്റെ പ്രവൃത്തികൾ കൊണ്ട് സന്തോഷം നൽകുവാൻ, പഞ്ചസാര അനുഭവം നൽകുവാൻ എനിക്ക് ഇടയാകുന്നുണ്ടോ? ഇങ്ങനെ ശാന്തമായ ഹൃദയത്തിൽ ചിന്തിക്കുവാൻ, ഉത്തരം കണ്ടെത്തുവാൻ തക്കവണ്ണമുള്ള ശാന്തമായ ഒരു അനുഭവമാണ് ധ്യാനം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇപ്പോൾ ദൈവവും ഭാഗെ ശാന്തതയോടുകൂടി
സകല ഭാരങ്ങളെയും ഇറക്കി വെച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയാണ്. ഈ ധ്യാനം സന്തോഷത്തിന്റെ അനുഭവമാകണം. ഈ ധ്യാനം നമ്മളെ തന്നെ കണ്ടുപിടിക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നതാകണം. ഈ ധ്യാനം ദൈവത്തെ കാണുവാൻ ആഗ്രഹിച്ചുകൊണ്ടാകണം. ഈ ധ്യാനത്തെ സംബന്ധിക്കുന്നത് അല്പനേരം ദൈവസന്നിധിയിൽ വിശ്രമിക്കുവാൻ തക്കമുള്ള അനുഭവമായിട്ട് രൂപാന്തരപ്പെടുത്തണം. അങ്ങനെയായിത്തീരുന്നുവെങ്കിൽ ഈ ധ്യാനം അനുഗ്രഹത്തിന്റെ ധന്യ നിമിഷങ്ങളായിത്തീരും എന്ന് ഓർക്കുക. നമുക്ക് ഈ ധ്യാനത്തിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ധ്യാനം നയിച്ചുകൊണ്ട് നന്മയിലേക്ക് നമ്മളെ നയിക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന മുഖവരിയോടുകൂടി ഞാൻ എൻ്റെ ധ്യാന പ്രസംഗത്തിലേക്ക് പ്രവേശിക്കട്ടെ. ബുദ്ധമതത്തിന്റെ സ്ഥാപകൻ എന്ന് നമ്മൾ പറയപ്പെടുന്ന ശ്രീബുദ്ധന്റെ പഠിപ്പിക്കലുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒത്തിരി ആശയങ്ങളൊന്നും അദ്ദേഹം പറഞ്ഞില്ല. 2-3 ചെറിയ ചിന്തകളാണ് അദ്ദേഹത്തിന്റെ അടിസ്ഥാനപരമായ പ്രമാണം. അതിലേറ്റവും പ്രമാണമായി അദ്ദേഹം പറയുന്നത്, ഇതിങ്ങനെ കോട്ട് ചെയ്യുന്നത്, ഡിസയർ ഈസ് ദ റൂട്ട് കോസ് ഓഫ് ഓൾ ഈവിൾസ്. ബുദ്ധിസത്തിന്റെ അടിസ്ഥാന പ്രമാണമാണ്. ഡിസയർ ഈസ് ദ റൂട്ട് കോസ് ഓഫ് ഓൾ ഈവിൾസ്. എല്ലാ തിന്മയുടെയും അടിസ്ഥാനം ആഗ്രഹമാണ്. പിന്നീട് അദ്ദേഹം പറയുന്നുണ്ട് അഷ്ടാംഗ ഹൃദയ മാർഗവും 8 ഫോൾഡ് പാത്തൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ അദ്ദേഹത്തിന്റെ ചിന്തയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ആഗ്രഹമാണ് മനുഷ്യന്റെ എല്ലാ അടിസ്ഥാനത്തിനും പ്രമാണം. നമ്മളൊന്ന് ജീവിക്കുന്നതും ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലേ. അതുകൊണ്ടാണല്ലോ 3 വാക്കുകൾ: ഗ്ലോബലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ലിബറലൈസേഷൻ. ഈ 3 സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്ന് മനുഷ്യന്റെ സമൂഹം വളർന്നുകൊണ്ടിരിക്കുന്നത്. ഗ്ലോബലൈസേഷൻ, ലോകത്തെ മുഴുവൻ ഒന്നായി ഗ്ലോബൽ, ഒരു ചെറിയ വില്ലേജായി മാറുന്ന അവസ്ഥ. ഇന്റർനെറ്റിൽ കൂടിയൊക്കെ ലോകം ഇന്ന് ചുരുങ്ങി ഒരു വില്ലേജായി മാറി. രണ്ടാമതാണ് ലിബറലൈസേഷൻ, മുഴുവനെയും സ്വകാര്യവൽക്കരിക്കുക. രാഷ്ട്രീയമായാലും രാജ്യമായാലും ലോകം മുഴുവൻ വ്യക്തികളുടെ കൈകളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. മറ്റൊന്നാണ് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ. ഇങ്ങനെ പല ചിന്തകൾ ഞാൻ പറഞ്ഞത്, ആഗ്രഹങ്ങൾ മനുഷ്യന് കൂടുന്നത് കൊണ്ട് പലപ്പോഴും ദുഃഖങ്ങളും പ്രയാസങ്ങളും മനുഷ്യ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ഇവിടെ നമുക്ക് ദൈവത്തെ കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഈ ലോക ജീവിതത്തിന്റെ എല്ലാവിധമായ ഓട്ടങ്ങൾക്കിടയിൽ ക്രിസ്തുവിനെ കാണുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇവിടെ ശ്രദ്ധേയമായൊരു ചോദ്യമുണ്ട്. ഇന്നൊക്കെ റിയാലിറ്റി ഷോകളുടെ കാലഘട്ടമാണല്ലോ, അല്ലേ? ആർ യു റെഡി? കയ്യിൽ 1 കോടി എന്ന് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് അതാ പോയി, ദേ പോയി, ദാ വന്നു. ഇതാണ് മനുഷ്യന്റെ ജീവിതം. നമ്മളെ ഇന്ന് കാണുന്ന ഈ എല്ലാ റിയാലിറ്റി ഷോകളും ഇത്രയേ ഉള്ളൂ: ദാ പോയി, ദേ വന്നു. എന്താണ് അർത്ഥം? മനുഷ്യനെ അവന്റെ ആഗ്രഹങ്ങളിലേക്ക് പ്രലോഭിപ്പിച്ചുകൊണ്ട് അവനെ കടത്തിവിടുക. ഇതാണ് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു യോഗം. ഇവിടെ ശ്രദ്ധേയമായൊരു ചോദ്യം: ആരാണ് ഭാഗ്യവാൻ? ആരാണ് ഭാഗ്യവാൻ? നമ്മൾ എങ്ങനെയാണ് ഭാഗ്യാവസ്ഥ വിലയിരുത്തുന്നത്? ഒരു പക്ഷേ നമ്മൾ പറയും നല്ല കാറുള്ളവൻ ഭാഗ്യവാൻ, അല്ലെങ്കിൽ നല്ല വീടുള്ളവൻ ഭാഗ്യവാൻ, ലോട്ടറി അടിച്ചാൽ ഭാഗ്യവാൻ. പലപ്പോഴും നമ്മൾ ഭാഗ്യാവസ്ഥയെ കാണുന്ന ഇങ്ങനെയുള്ള പല മാനദണ്ഡങ്ങളാണ്. ഇന്ന് പണ്ട് മനുഷ്യനെ അവന്റെ ബീയിങ്സിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, നന്മ. അങ്ങനെയാണ് ഗാന്ധിജിയൊക്കെ ഒരു വലിയ അനിശ്ചിത നേതാവായിട്ട് സമൂഹത്തിൽ വളർന്നത്. ഇന്നതല്ല. ഇന്ന് മനുഷ്യൻ പൊസസ് ചെയ്തത് എന്താണോ അതിനെ അടിസ്ഥാനമാക്കിയാണ് മനുഷ്യനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്, അല്ലേ? എന്താണ് അനിൽ അംബാനിയുടെ ഒക്കെ പ്രാധാന്യം? അവരുടെ കയ്യിൽ സാമ്പത്തികം കുമിഞ്ഞുകൂടുകയാണ്. സമ്പത്ത് അവരുടെ കയ്യിലുള്ളത് കൊണ്ട് അവർ ഭാഗ്യാവസ്ഥയിലാണ് നമ്മൾ പറയുമായിരിക്കാം. പക്ഷെങ്കിൽ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്ന ഭാഗ്യാവസ്ഥ എന്താണ്? യേശു ക്രിസ്തു ഭാഗ്യവാൻ എന്ന് വിളിച്ച ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയെ നമ്മൾ കണ്ടുമുട്ടുന്നത് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 17-ാം വാക്യം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 17-ാം വാക്യം ഇപ്രകാരം നാം വായിക്കുന്നു: യേശു അവനോട്, ബെറിയോനായ ശീമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ ഇത് നിനക്ക് വെളിപ്പെടുത്തി തന്നത്. യേശു ക്രിസ്തു ഭാഗ്യവാൻ എന്ന് വിളിക്കുന്നത് ആരെയാ? ശീമോനെ, പത്രോസിനെ. എന്താണ് അതിന്റെ ഭാഗ്യാവസ്ഥ? ആ വേദഭാഗം വായിക്കുമ്പോൾ നമുക്കറിയുന്നു. 16-ാം അധ്യായം വായിക്കുമ്പോൾ, സുവിശേഷം 16-ാം അധ്യായം വായിക്കുമ്പോൾ കാണുന്നു, ആദ്യത്തെ വേദഭാഗത്ത് പരീശന്മാരുടെ പുളിച്ച മാവിനെ സൂക്ഷിച്ചു കൊള്ളുവീൻ എന്ന് കർത്താവ് പറയുകയാണ്.
തുടർന്ന് അടുത്ത വേദഭാഗത്ത് കർത്താവ് പറയുന്നു, ഞാൻ യെരൂശലേമിലേക്ക് പോകുന്നു. അതിനു മുമ്പ് എനിക്കൊരു കാര്യം അറിയാനുണ്ട്. നിങ്ങൾ സമൂഹത്തിൽ എന്നെ ആരൊക്കെ എന്തൊക്കെയാണ് പറയുന്നത്? എന്നെക്കുറിച്ച് മറ്റുള്ളവർ എന്ത് പറയുന്നു? കർത്താവ് ആഗ്രഹിച്ചു എന്നെക്കുറിച്ച് മറ്റുള്ളവർ എന്ത് പറയുന്നു. അപ്പോൾ ശിഷ്യന്മാരെ പറഞ്ഞു, ചില യോഹന്നാൻ സ്നാപകൻ, ചിലര് പറഞ്ഞു നീ ഏലിയാവാണ്, നീ ഒരു പ്രവാചകനാണെന്ന് ചിലർ പറയുന്നു. കർത്താവ് പറഞ്ഞു ഇതൊക്കെ ശരി തന്നെ, പക്ഷെങ്കിൽ നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? കർത്താവ് ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? അപ്പോഴാണ് ശിമോൻ പത്രോസ് പറയുന്നു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മശിഹ ആകുന്നു. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് കർത്താവിന് പറയുന്നത്, ശിമോനെ നീ ഭാഗ്യവാനാകുന്നു. നിനക്കിത് തോന്നിപ്പിച്ചത് ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവാണ്. എന്താണ് ശിമോന്റെ ഭാഗ്യാവസ്ഥ? ക്രിസ്തുവിനെ സാക്ഷീകരിപ്പാൻ, ക്രിസ്തുവിനെ ആരാണെന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇതാണ് ഭാഗ്യാവസ്ഥ. അപ്പോൾ നമ്മൾ ഭാഗ്യാവസ്ഥയെ കുറിച്ച് പറയേണ്ടത്, ലോട്ടറി അടിച്ചതല്ല ഭാഗ്യാവസ്ഥ, ഇന്ന് കണ്ട് നാളെ വാടിപ്പോകുന്ന പൂക്കളെ പോലെ. ഈ നമ്മളിപ്പോഴും ഓർക്കേണ്ടത് നമ്മുടെ കയ്യിലുള്ള ഭൗതിക സുഖങ്ങളല്ല. എന്താണ് ഭാഗ്യാവസ്ഥ? ക്രിസ്തുവിനെ ദൈവത്തിന്റെ പുത്രനായ മശിഹ ആകുന്നു എന്ന് ഏറ്റുപറയുന്ന അനുഭവമാണ് ഭാഗ്യാവസ്ഥ. ഇതാണ് ബൈബിൾ പറയുന്നത്. അങ്ങനെ പറഞ്ഞ ശീമോനാണ് ഭാഗ്യ അവസ്ഥയിലേക്ക് പ്രവേശിക്കുന്നത്. നമ്മളും ഈ ഭാഗ്യാവസ്ഥയിലേക്ക് പ്രവേശിക്കുവാൻ തയ്യാറാണോ? വചനം കേൾക്കുമ്പോൾ, ധ്യാനം മനസ്സിലാക്കുമ്പോൾ ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് ഏറ്റുപറയുവാൻ, ക്രിസ്തു ലോകരക്ഷകനായ ദൈവത്തിന്റെ പുത്രനായ മശിഹ ആകുന്നു എന്ന് ഏറ്റുപറയുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്ന അനുഭവമാകുമ്പോൾ നമ്മൾ ഭാഗ്യാവസ്ഥയിലേക്കായി എന്ന് പറയാം. പക്ഷെങ്കിൽ ഈ ഭാഗ്യാവസ്ഥയിലേക്ക് പ്രവേശിച്ച പത്രോസ് തന്നെ പിന്നീട് അടുത്ത വാക്യങ്ങളിലേക്ക് വരുമ്പോൾ വീഴ്ചയിലേക്ക് പോവുകയാണ്. പത്രോസിനെ കർത്താവ് നീ ഭാഗ്യവാനാകുന്നു എന്ന് പറഞ്ഞ് ഇതേ അധ്യായത്തിൽ തന്നെ തുടർന്നുള്ള പദപ്രയോഗങ്ങൾ നമ്മൾ കാണുന്നത്, പത്രോസ് വീണുപോയി. പത്രോസ് വീണുപോയി, പത്രോസിന് വീഴ്ച പറ്റി. അപ്പോൾ ഭാഗ്യാവസ്ഥയിലായിരിക്കുന്ന മനുഷ്യൻ ദൈവസന്നിധിയിൽ നിന്നും വീഴ്ത്തപ്പെടുവാൻ അധികം സമയമൊന്നും വേണ്ട. നമ്മളൊക്കെ വീഴുവാൻ പലപ്പോഴും സന്നദ്ധരായിരിക്കുന്നവരാകാം. അതുകൊണ്ടാണ് നിഗളത്തിന്റെ അനുഭവം താഴ്മയുടെ അല്ലെങ്കിൽ വീഴ്ച അനുഭവം എന്ന് പറയാറുള്ളത്. അതുകൊണ്ട് ഓർക്കുക, നമ്മളെത്ര ഉന്നാവസ്ഥയിലായിരുന്നാലും താഴേക്ക് പോകുവാൻ അധികം സമയമൊന്നും ആവശ്യമില്ല. ഈ വേദഭാഗത്ത് പത്രോസ് നമ്മളെ കാണിക്കുന്ന പത്രോസിന്റെ ജീവിതത്തിലുണ്ടായ ചില വീഴ്ചകളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് അല്പനേരം പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. പത്രോസിനെ കർത്താവ് എന്ത് വിളിച്ചു? ഭാഗ്യവാൻ എന്ന് വിളിച്ചുവെങ്കിൽ ആ ഭാഗ്യാവസ്ഥയിലായിരുന്ന പത്രോസ് എന്ത് പറ്റി? വീഴ്ചയിലേക്ക് പോവുകയാണ്. അവരുടെ ജീവിതത്തിലുണ്ടായ 7 വീഴ്ചകളാണ് പത്രോസിനെ കുറിച്ച് ബൈബിളിൽ പറയുന്നത്. 7 തരത്തിലുള്ള വീഴ്ചകൾ, 7 അനുഭവത്തിൽ പത്രോസ് വീണുപോയി. പത്രോസ് പറഞ്ഞു, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കുമെന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ പത്രോസ് അവിടെയും വീണുപോയി. അവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, എത്ര ഉന്നതാവസ്ഥയിലായിരുന്നാലും, എത്ര ഉന്നത ശ്രേണിയിലായിരുന്നാലും വീഴ്ചയുടെ വക്കിൽ നമ്മൾ നിൽക്കുന്ന അനുഭവം പലപ്പോഴും ജീവിതത്തിൽ ഉണ്ടാകാം. അതുകൊണ്ട് ഈ വീഴ്ച നമുക്കുണ്ടാകുവാൻ തക്കവണ്ണം ഇടയാകും. പത്രോസിന് ഈ തിരിച്ചറിവുണ്ടായി, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മശിഹ ആകുന്നു എന്ന് തിരിച്ചറിവുണ്ടായ ശേഷം പത്രോസിന്റെ ജീവിതത്തിലുണ്ടായ ചില വീഴ്ചകൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഈ വീഴ്ചകൾ ഒരു പക്ഷെങ്കിൽ എനിക്കും നിങ്ങൾക്കും വന്നു പോകുവാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ടാണ് ഓർത്തിരിക്കണം, ഇതിനെ ധ്യാനിക്കണം, ചിന്തിക്കണം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ വീഴ്ച നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് സാധ്യതയുണ്ട് എങ്കിൽ അതിൽ നിന്നൊരു പിന്മാറ്റമായി മാറണം നമ്മുടെ ഇന്നത്തെ ധ്യാനം. എന്താണ് പത്രോസിനുണ്ടായ വീഴ്ച? ചില വേദഭാഗങ്ങൾ പറയുന്നു. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 21-ാം വാക്യം. നമ്മൾ പറഞ്ഞ ഭാഗ്യാവസ്ഥയിൽ പത്രോസിനെ പറഞ്ഞ വേദഭാഗത്തിന് തൊട്ടുപുറകെയുള്ള വാക്യം എന്താണ് അവിടെ പറയുന്നത്? ഈ വേദഭാഗം വായിച്ചുകൊണ്ട് വീട്ടിൽ പോയി കൂടുതലൊന്ന് ധ്യാനിക്കണം. ഈ വേദഭാഗത്ത് പറയുന്നത്, കർത്താവ് പറയുകയാണ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് പത്രോസ് കഴിഞ്ഞപ്പോൾ നീ ഭാഗ്യവാനാകുന്നു എന്ന് പറഞ്ഞു. ജഡരക്തങ്ങളല്ല നിനക്ക് തോന്നിപ്പിച്ചത്, ദൈവത്തിന്റെ അല്ലെങ്കിൽ എൻ്റെ കർത്താവാണ്, പിതാവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കർത്താവ് അടുത്ത വാക്യത്തിൽ അല്ലെങ്കിൽ അടുത്ത ഖണ്ഡികയിൽ പറയുന്നത്, കർത്താവ് പറയുകയാണ്, ഞാൻ യെരൂശലേമിലേക്ക് പോവുകയാണ്,
യെരൂശലേമിലേക്ക് പോകുമ്പോൾ എനിക്ക് അവിടെ നിന്ദകളും പീഡകളും കുരിശുമരണവും സഹിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ 3-ാം നാളിൽ ഉയർക്കും. ഇങ്ങനെ കർത്താവ് ശിഷ്യന്മാരോട് തൻ്റെ ജീവിതത്തെക്കുറിച്ച്, യെരൂശലേമിലേക്ക് പോകുന്ന കാര്യത്തെക്കുറിച്ച് വിവരിക്കുകയാണ്. ഇങ്ങനെ വിവരിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ വേദഭാഗത്ത് വായിക്കുക, പത്രോസ് ക്രിസ്തുവിനെ മാറ്റി നിർത്തി. പത്രോസ് ക്രിസ്തുവിനെ മാറ്റി നിർത്തിയിട്ട് കർത്താവിനോട് പറയുകയാണ്, കർത്താവേ, നിനക്കത് സംഭവിക്കരുതേ, നിനക്ക് അത് സംഭവിക്കരുത് എന്ന് പത്രോസ് പറഞ്ഞപ്പോൾ ഉടനെ കർത്താവ് അവനെ വിളിക്കുന്ന വാക്യമാണ് 21-ാം വാക്യം. സാത്താനെ, നീ എന്റെ പിറകിൽ വരിക, നീ ലൗകികമായ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് കർത്താവിനെ വിളിച്ച് വിളിയെന്നാ? പത്രോസിനെ വിളിച്ചത് സാത്താനെ എന്ന്. മുമ്പ് വിളിച്ചതെന്നാ? ഭാഗ്യവാനെ എന്നെ വിളിച്ച അതേ സംഭവത്തിൽ തന്നെ തുടർന്ന് കർത്താവ് അവനെ വിളിക്കുന്നത് തന്നെ സാത്താനെ എന്നാണ്. കർത്താവ് അധികം പേരെയൊന്നും മറ്റു പേരുകൾ വിളിച്ചിട്ടില്ല, അല്ലേ? കേട്ടിട്ടുണ്ടോ? കർത്താവ് ചുരുക്കം ചിലരെ മാത്രമേ മറ്റു പേരിൽ ഇരട്ടപ്പേരിട്ട് അല്ലെങ്കിൽ എന്തിനു പേര് വിളിച്ചിട്ടുള്ളൂ. പീലാത്തോസിനെ കർത്താവ് വിളിച്ച് വിളിയെന്ന, നിങ്ങൾ പോയി ആ കുറുക്കനോട് പറയണം എന്റെ സമയമായിട്ടില്ല. എന്താ വിളിച്ചത്? പീലാത്തോസിനെ വിളിച്ചത് കുറുക്കൻ. വേറൊരു വ്യക്തിയുണ്ട്, അവൻ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, എന്റെ കളപ്പുറകൾ ഞാൻ കൂട്ടിവെക്കും, ഇനിയും കൂട്ടിവെച്ചത് മുഴുവൻ മതിയാകുന്നെങ്കിൽ ഞാൻ എന്റെ കളപ്പുറയൊക്കെ പൊളിച്ച് പുതിയത് പണിയുവാനായി പോവുകയാണ്. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് കിടന്നൊരു മനുഷ്യനെ കുറിച്ച് കർത്താവ് പറയുന്നത് തന്നെ, മൂഢ, ഇന്ന് രാത്രിയിൽ നിന്റെ ആത്മാവിനെ വിളിച്ചാൽ നീ ഒരുക്കി വെച്ചത് ആർക്കാകും? തന്റെ സമ്പാദ്യം മുഴുവൻ തനിക്കാണ് എന്ന് കരുതി വെക്കുന്ന ധനവാനെ കർത്താവ് വിളിച്ച് വിളിയെന്ന മൂഢൻ എന്നാണ്. പിന്നീട് പത്രോസിനെ കർത്താവ് വിളിക്കുന്നത് തന്നെ സാത്താനെ. അപ്പൊ ആരെയാ കർത്താവ് മറ്റു പേരിട്ട് വിളിച്ചത്? ദൈവരാജ്യത്തിനെതിരായി പ്രവർത്തിക്കുന്നവരെ, ദൈവരാജ്യത്തിന് വേണ്ടി സുവിശേഷിക്കുവാൻ, ദൈവരാജ്യത്തെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം ശ്രമിക്കാതെ പോയവരെ കർത്താവ് വിളിക്കുന്ന ചില വിളികളുണ്ട്. മൂഢ, കുറുക്ക, സാത്താനെ എന്നൊക്കെ കർത്താവ് വിളിക്കുന്നു. അപ്പോൾ ഇവിടെ പത്രോസിനുണ്ടായ വീഴ്ച എന്ന് പറയുന്നത് പത്രോസിന് നിരാശയുടെ വീഴ്ചയാണ് സംഭവിച്ചത്. ഈ വേദഭാഗത്ത് കാണുന്ന വീഴ്ച നിരാശയുടെ വീഴ്ചയാണ്. എന്താ പത്രോസിന് സംഭവിച്ചത്? കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നതിന് ഉദ്ദേശം എന്നാ? ഇത് മനസ്സിലാക്കുവാൻ പത്രോസിന് കഴിയാതെ പോയി. എന്താണ് ക്രിസ്തുവിന്റെ വരവിന് ഉദ്ദേശം? ലോകത്തിൽ രാജാവായിരിക്കുവാൻ വേണ്ടിയാണോ? അല്ലെങ്കിൽ എന്നെ ശുശ്രൂഷിക്കുവാൻ വേണ്ടിയാണോ? അല്ല, കർത്താവ് പറയുന്നു, ഞാൻ ലോകത്തിലേക്ക് വന്നത് ശുശ്രൂഷിക്കുവാനല്ല, ശുശ്രൂഷിക്കപ്പെടുവാനല്ല, മറ്റുള്ളവർക്ക് എന്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാൻ വേണ്ടിയാണ്. അപ്പോൾ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് എന്തിനു വേണ്ടി? ആദമും ഹൗവയും നഷ്ടപ്പെടുത്തിയ ആ വെളിച്ചം, ആദവും ഹൗവയും നഷ്ടപ്പെടുത്തിയ നിത്യ തേജസ്, അത് തിരികെ നൽകുവാൻ തക്കവണ്ണം കാൽവറിയിൽ യാഗമാകണം എന്ന പിതാവിന്റെ ഉദ്ദേശം പൂർത്തീകരിക്കുവാൻ ലോകത്തിലേക്ക് വന്നവനാണ് ലോകരക്ഷകനായ ക്രിസ്തു. അപ്പോൾ ഈ ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് പാപികൾക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാനാണ് എങ്കിൽ കർത്താവ് പറഞ്ഞു തന്നെ, ഞാൻ യെരൂശലേമിലേക്ക് പോകുമ്പോൾ അവർ എന്നെ കൊല്ലും, 3-ാം നാൾ ഞാൻ ഉയർക്കും. കർത്താവ് പറഞ്ഞ വാക്യമാണ്. പത്രോസ് എന്ത് ചെയ്തു? അവന്റെ ആഗമന ഉദ്ദേശം മനസ്സിലാക്കുവാൻ സാധിക്കാതെ കർത്താവിനെ തടയുവാനായിട്ട് ശ്രമിക്കുകയാണ്. കർത്താവ് ലോകരക്ഷകനായ ക്രിസ്തു ആകുന്നു എന്ന് വിശ്വസിച്ചേറ്റു പറഞ്ഞ പത്രോസ് ശ്ലീഹ നിമിഷങ്ങൾക്കുള്ളിൽ അവന്റെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിന്റെ ഉദ്ദേശം തന്നെ വിസ്മരിച്ചുകൊണ്ട് അതിനെ തടയുവാൻ തക്കവണ്ണം ശ്രമിക്കുകയാണ്. അതുകൊണ്ടാണ് കർത്താവ് അവനെ എന്ത് വിളിച്ചത്? സാത്താനെ എന്ന് വിളിച്ചത്. ദൈവത്തിന്റെ വഴിയിൽ തടസ്സമായി നിൽക്കുന്നവൻ സാത്താനാണ്. അതുകൊണ്ടാണ് കർത്താവ് പത്രോസിനെ വിളിക്കുന്നത് നീ സാത്താനാകുന്നു എന്ന്. അതുകൊണ്ട് ക്രിസ്തുവിന്റെ വരവിന്റെ ഉദ്ദേശം എന്താണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയാതെ പോയ പത്രോസ് നിരാശയുടെ അനുഭവത്തിൽ ഇനിയും എന്ത് എന്നുള്ള ചോദ്യം അവന്റെ മുന്നിൽ നിൽക്കുകയാണ്. ഞാൻ ക്രിസ്തുവിനെ അനുഗമിച്ചത് ഒരു വലിയ രാജ്യത്തിന്റെ പ്രമുഖനാകാമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാകാം. അതുമല്ലെങ്കിൽ ക്രിസ്തുവിന് ശേഷം മൂപ്പർ സ്ഥാനം എനിക്കാകാം എന്ന് പത്രോസിന് ആഗ്രഹം ഉണ്ടായിരിക്കാം. എന്തു തന്നെയായാലും പത്രോസിന്റെ മനസ്സിൽ ക്രിസ്തുവിനെ മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചോ എന്നുള്ളൊരു ചോദ്യം ഇവിടെ ഉണ്ടാവുകയാണ്. അതുകൊണ്ടാണ് പത്രോസ് ക്രിസ്തുവിനെ മാറ്റി നിർത്തി ചില കൗൺസിലിംഗ് കൊടുക്കുകയാണ്. ഇന്ന് കൗൺസിലിംഗ് ആവശ്യമാണല്ലോ, അല്ലേ?
കുടുംബ ബന്ധങ്ങൾ തകരുന്നു, വിവാഹ ബന്ധങ്ങൾ തകരുന്നു, ഭാര്യാഭർത്തൃ ബന്ധം തകരുന്നു, അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധം തകരുന്നു. ഇവിടെ കൗൺസിലിംഗ് ആവശ്യമാണ്. കർത്താവിന് പത്രോസ് ലീഹ കൗൺസിലിംഗ് നൽകുകയാണ്. പത്രോസ് ചിന്തിച്ചു, കർത്താവിന് എന്തോ ചില പ്രയാസങ്ങളും പല ബുദ്ധിമുട്ടുകളും ചില പാടുകളും ഒക്കെ ഉണ്ട്, അതുകൊണ്ടൊന്നും തിരുത്തണം. അതുകൊണ്ടാണ് കർത്താവിനെ മാറ്റി നിർത്തി പത്രോസ് ശാസിക്കാൻ തുടങ്ങി. പത്രോസ് ആരാ? കർത്താവിന് ശിഷ്യനാണ്. ഇവിടെ പറയുന്നത് കർത്താവിനെ മാറ്റി നിർത്തി ശാസിക്കുവാനായി തുടങ്ങി എന്നാണ് പറയുന്നത്. പത്രോസ് കർത്താവിനെ ശാസിക്കുവാൻ പ്രാപ്തനാണോ? പത്രോസ് കർത്താവിനെ ശാസിക്കുവാൻ പ്രാപ്തനാണോ? അല്ല. പക്ഷെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന ആധുനിക സമൂഹത്തിലെ പല ക്രിസ്തീയ കൂട്ടായ്മകളും ഇങ്ങനെ ആക്രോശിക്കുകയാണ്. ചില പ്രാർത്ഥനകൾ കേട്ടിട്ടില്ലേ? മറിയാമേ തൊടണമേ, അവന്റെ കാലിലതാ കർത്താവ് തൊടുന്നു, അവന്റെ കാല് സൗഖ്യമാകുന്നു, അവൻ എഴുന്നേൽക്കുന്നു, ഇതാ എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ രോമാഞ്ചം കൊള്ളും അല്ലേ? പക്ഷെങ്കിൽ എന്താണ് പ്രാർത്ഥന എന്ന് നമ്മൾ മറന്നു പോകുന്നു. മറിയാമയുടെ കാലെ തൊടുക എന്നുള്ളതല്ല കർത്താവിന്റെ പണി. കർത്താവിനെ മുന്നേ വിശ്വസിക്കുന്നവനെ അവന് നൽകുന്നത് എന്ത് എന്ന് നിങ്ങൾ യാചിക്കുന്നതിന് മുമ്പ് തന്നെ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങൾ അറിയുന്നു. അതുകൊണ്ട് കർത്താവിന് കുഴപ്പമുണ്ട് എന്ന് കണ്ടുപിടിക്കുന്ന ഒരു സമൂഹമായി നമ്മളൊക്കെ. പക്ഷെങ്കിൽ കർത്താവിന്റെ കുഴപ്പമല്ല, നമ്മുടെ കുഴപ്പമാണ്. കർത്താവ് നമ്മളെ തേടി വരുന്ന ക്രിസ്തുവാണ് അല്ലേ? കർത്താവിന് പറയുന്നത് കർത്താവ് നമ്മളെ തേടി വരുന്ന ക്രിസ്തു അല്ലേ? അങ്ങനെയല്ലേ കാണുന്നത്? 100 ആടുള്ള മനുഷ്യൻ ഒന്ന് നഷ്ടപ്പെട്ടു പോയാൽ ഒന്നിനെ തേടി അന്വേഷിച്ചു പോകുന്നു നല്ല ഇടയൻ. ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയന്റെ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നു ക്രിസ്തു പറഞ്ഞു. അപ്പോൾ നമ്മളെ തേടി വരുന്ന ക്രിസ്തുവിനെയാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. നമ്മൾ ക്രിസ്തുവിനെ അന്വേഷിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ക്രിസ്തു എന്നെയും നിങ്ങളെയും അന്വേഷിച്ചു വരുമ്പോൾ അന്വേഷിച്ചു വരുന്ന ക്രിസ്തുവിനെ അന്വേഷിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ പത്രോസ് കർത്താവിനെ മാറ്റി നിർത്തി ശാസിക്കുകയാണ്. നിനക്കങ്ങനെ സംഭവിക്കരുത്, നീ ക്രൂശിൽ മരിക്കുവാൻ തക്കവണ്ണം ഇടയാകരുത്, നീ ലോകത്തിൽ നിന്നും മറയപ്പെടുവാൻ ഇടയാകരുത് എന്ന് കർത്താവിനോട് പത്രോസ് ലീഹ ആവശ്യപ്പെടുകയാണ്. ഇങ്ങനെ ആവശ്യപ്പെടുമ്പോൾ പത്രോസ് മറന്നുപോയത് ക്രിസ്തുവിന്റെ ആഗമനത്തിന്റെ ഉദ്ദേശം തന്നെ പത്രോസ് വിസ്മരിച്ചുപോയി. ലോകത്തിലേക്ക് വന്നത് പാപികൾക്ക് വേണ്ടി ജീവൻ നൽകുവാനാണ് എങ്കിൽ ഞാൻ അതിന് പോകും എന്ന് കർത്താവിന്റെ വാക്കുകൾക്ക് ഒരു പക്ഷെങ്കിൽ ചെവി കൊടുക്കേണ്ട പത്രോസ് ലീഹ നിരാശയുടെ അനുഭവത്തിലേക്ക് പോവുകയാണ്. ഇനിയും എന്താണ്? ക്രിസ്തു ഞങ്ങളെ പിടിപ്പിച്ചു, ക്രിസ്തു ഞങ്ങളെ പിടിച്ചു, നീ മനുഷ്യരെ പിടിക്കുന്നവരാകുമെന്ന് പറഞ്ഞ് ഞങ്ങളെ വിശ്വസിപ്പിച്ചു. പക്ഷെങ്കിൽ കർത്താവ് പറയുകയാണ്, ക്രിസ്തു പറയുകയാണ്, ഞാൻ കാൽവറിയിൽ യാഗമാകുവാനായി പോവുകയാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഓർക്കേണ്ടത് ക്രിസ്തുവിന്റെ ഉദ്ദേശത്തിന് കൂടെ നിൽക്കേണ്ടവരാണ് നമ്മൾ. പക്ഷെങ്കിൽ പലപ്പോഴും ക്രിസ്തുവിന്റെ ആഗ്രഹത്തിനെതിരായി, ക്രിസ്തുവിന്റെ ചിന്തകൾക്കെതിരായി നിൽക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുവെങ്കിൽ ക്രിസ്തു നമ്മളെയും വിളിക്കുന്ന വിളിയാണ് സാത്താനെ എന്നുള്ള വിളി. ഇത് ഓർക്കുക. പത്രോസിന്റെ ജീവിതത്തിൽ ഏറ്റവും ഭാഗ്യാവസ്ഥയായിരുന്ന പത്രോസ് വീഴ്ചയിലേക്ക് വീണുപോയപ്പോൾ ആദ്യത്തെ അവന്റെ വീഴ്ചയായിരുന്നു നിരാശയുടെ അനുഭവം. ഇന്ന് പലപ്പോഴും സമൂഹത്തിൽ മനുഷ്യൻ നിരാശയുടെ കയങ്ങളിലാണ്, പ്രയാസങ്ങളുടെ മധ്യയാണ്. പ്രശസ്തനായ ടവർണിയർ എന്ന് പറയുന്ന ഒരു മനഃശാസ്ത്ര സൈക്കോളജിസ്റ്റ്, അദ്ദേഹം പല പ്രയാസങ്ങളെ കുറിച്ച് വിശകലനം ചെയ്ത ശേഷം പറയുന്ന ചില ഉത്തരങ്ങളുണ്ട്. ചില മനുഷ്യർ വ്യത്യസ്തമായ ചില ചിന്തകളിലേക്കാണ് ഓരോത്തിനെയും അഭിമുഖീകരിക്കുന്നത്. ഓരോ പ്രയാസം ഉണ്ടാകുമ്പോൾ ചിലരുണ്ടാകുന്ന മാറ്റമാണ് ഒളിച്ചോടുക. ചിലരെന്ത് പറയും? ചില കാര്യങ്ങളിൽ നിന്നും ഒളിച്ചോടും. ഇതൊന്നും എനിക്ക് പ്രശ്നമല്ല, ഞാൻ ഈ നാട്ടുകാരനല്ല എന്നുള്ള ചിന്തയിൽ അതിൽ നിന്ന് ഒളിച്ചോടുവാൻ ശ്രമിക്കും. മറ്റു ചിലരുണ്ട്, പൊങ്ങച്ചം പറയും. എന്നാ, എൻ്റെ ഉപ്പാപ്പയ്ക്ക് ഒരു ആനയുണ്ടായിരുന്നു എന്നുള്ള ബഷീറിന്റെ കഥ കേട്ടിട്ടില്ലേ? ബഷീറിന്റെ കഥ വായിക്കണം. ബഷീറിന്റെ കഥയിൽ ഇങ്ങനെ എൻ്റെ ഉപ്പാപ്പയ്ക്ക് ഒരു ആനയുണ്ടായിരുന്നു പത്തുമ ഇങ്ങനെ പറഞ്ഞു വന്ന് അവസാനം എന്താണ്? എൻ്റെ ഉപ്പാപ്പയ്ക്ക് ഒരു ആനയുണ്ടായിരുന്നു, അത് കുഴിയാനയായിരുന്നു. അപ്പോൾ ഇങ്ങനെ പൊങ്ങച്ചം പറഞ്ഞുകൊണ്ട് ഭാവി കാലങ്ങളിൽ അല്ലെങ്കിൽ ഭൂതകാലത്ത് എന്തൊക്കെയോ ഉണ്ട് എന്ന് പറയുന്ന ഒരു പ്രവണത. മറ്റു ചിലരുണ്ട്, അത് വർത്തമാന കാലത്തിലേക്ക് കൊണ്ടുവരിക. ഈ അമ്മായിമ്മ പോരിന്റെ അടിസ്ഥാനം എന്നായിരുന്നു? ഞാൻ അനുഭവിക്കുന്നത് എൻ്റെ മക്കളും അനുഭവിക്കണം എന്നുള്ള ചിന്തയായിരുന്നു. അതാണ് പറയുന്നത്, അത് വർത്തമാന കാലത്തിലേക്ക് കൊണ്ടുവരും. ചിലര് അതിന് പ്രയോഗിക്കുന്ന മാർഗമാണ് ആത്മഹത്യ അല്ലേ? SLC മാർക്ക് കുറഞ്ഞു പോയി, ഉടനെ പോയി ആത്മഹത്യ ചെയ്യും. ഉടനെ പോയി എന്തെങ്കിലും മറ്റു തര പ്രയാസങ്ങൾ അഭിമുഖീകരിക്കും. ഇത് ഓർക്കേണ്ടത് പറഞ്ഞത്, ഈ സൈക്കോളജിസ്റ്റ് പറയുന്നത് ഇങ്ങനെ മനുഷ്യൻ
വ്യത്യസ്തമായ ചില മാർഗങ്ങൾ അവന്റെ ജീവിതത്തിൽ നിരാശയുടെ അനുഭവത്തിൽ അവലംബിക്കും. ചിലർ ഭൂതകാലത്തിലേക്ക് പോകും, ചിലർ ഒളിച്ചോടും, ചിലർ മദ്യപാനത്തിലും മയക്കുമരുന്നിലേക്കും പോകും, ചിലർ ആത്മഹത്യ ചെയ്യും. ഇങ്ങനെ വ്യത്യസ്തമായ മാർഗങ്ങൾ നിരാശയുടെ അനുഭവത്തിൽ മനുഷ്യൻ സ്വീകരിക്കുന്നു എന്നാണ് സൈക്കോളജിസ്റ്റ് അദ്ദേഹം പറയുന്നത്. ഇത് വലിയ വസ്തുതയാണ്. നമ്മളും ഓർക്കേണ്ടത്, നിരാശയുടെ അനുഭവത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ക്രിസ്തുവിന്റെ ഉദ്ദേശം എനിക്കും നിങ്ങൾക്ക് വേണ്ടി ജീവനെ നൽകുവാനാണ് എങ്കിൽ അവൻ എനിക്കായി മരിച്ചു, എനിക്കായി മരിക്കുവാനായി പോയി, എനിക്കായിട്ട് അവൻ കാൽവരിയിൽ യാഗമായി എന്ന് വിശ്വസിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. ഇത് പത്രോസിന് കഴിയാതെ പോയി. പത്രോസിനുണ്ടായ ഒന്നാമത്തെ വീഴ്ച ഇതായിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം, ഒരു കടത്ത് കടന്ന ഒരു വലിയ പണ്ഡിതനും കടത്തും എന്നുള്ള കഥ. വലിയ പണ്ഡിതനായ മനുഷ്യൻ കടത്ത് കടക്കുവാനായി പോവുകയാണ്. അങ്ങനെ കടത്തു കടന്ന് കുറച്ച് മുന്നോട്ട് ചെന്നപ്പോൾ ഈ പണ്ഡിതനായ മനുഷ്യന് തോന്നി ഈ കടത്തുകാരനെ ചില പ്രയാസങ്ങൾ, ചില ചോദ്യങ്ങളോട് ചോദിക്കണം. അപ്പൊ കടത്തുകാരനോട് ഈ പണ്ഡിതനായ മനുഷ്യൻ ചോദിച്ചു, നിനക്ക് വേദങ്ങൾ അറിയാമോ? ഈ കടത്തുകാരനോട് അവൻ നാളെ വേദം പഠിച്ചിട്ടുണ്ടോ? അവൻ പറഞ്ഞു, എനിക്ക് വേദമൊന്നും അറിയുകയില്ല, പക്ഷെ ഞാൻ പ്രാർത്ഥിക്കും. ഓക്കെ. കുറച്ചു കഴിഞ്ഞു ഈ പണ്ഡിതനായ മനുഷ്യൻ വീണ്ടും ഈ കടത്തുകാരനോട് ചോദിക്കുകയാണ്, നിനക്ക് ഉപനിഷത്തുകൾ അറിയാമോ? ഈ സാധുവായ മനുഷ്യൻ പപ്പളം പറഞ്ഞു, എനിക്ക് ഉപനിഷത്ത് അറിയത്തില്ല, പക്ഷെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കും. പിന്നെയും മുന്നോട്ട് പോയി ഈ കടത്തുകാരനോട് പണ്ഡിതനായ മനുഷ്യൻ ചോദിച്ചു, നിനക്ക് ഭഗവത്ഗീതയോ അങ്ങനെയുള്ള ഗീതകൾ വായിക്കാനോ പഠിച്ചിട്ടുണ്ടോ? അപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് വിദ്യാഭ്യാസമില്ല, പക്ഷെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കും. കുറച്ചു കഴിഞ്ഞു പടക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് നദി ഇളകി, വെള്ളം ഓളം തല്ലുവാൻ തുടങ്ങി. പ്രക്ഷുബ്ധമായ അവസ്ഥ. ഓളം അടിക്കുന്ന ആ വെള്ളത്തിനടിയിൽ കൂടെ മുന്നോട്ട് പോകുന്ന പടക് പെട്ടെന്ന് മറിയുവാൻ തക്കവണ്ണം ഇടയായി. ഇപ്പൊ മറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ കടത്തുകാരൻ ഈ പണ്ഡിതനായ മനുഷ്യനോട് ചോദ്യം തിരിച്ചങ്ങോട്ട് ചോദിച്ചു, പണ്ഡിതനായ മനുഷ്യ, വെള്ളത്തിൽ കിടക്കുക, വെള്ളം കുടിച്ച് ഇങ്ങനെ കൈ അടിക്കുക. അപ്പോൾ ഈ കടത്തുകാരൻ ചോദിച്ചു, പണ്ഡിതനായ മനുഷ്യ, നിനക്ക് നീന്താൻ അറിയാമോ? അവന് നീന്തറിയാമോ? അവൻ വേദങ്ങൾ പഠിച്ചു, ഉപനിഷത്തുകൾ പഠിച്ചു, വേദങ്ങൾ പഠിച്ചു, ബൈബിൾ പഠിച്ചു, ധ്യാനിപ്പിച്ചു, എല്ലാം ചെയ്തു. പക്ഷെങ്കിൽ അവൻ നീന്താൻ അറിയില്ലായിരുന്നു. അപ്പോൾ കടത്തുകാരൻ പറഞ്ഞു, നീ നിന്റെ പ്രമാണങ്ങളും വേദപ്രമാണങ്ങളും കൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കുമെങ്കിൽ സാധിച്ചോളൂ, ഞാൻ രക്ഷപ്പെടുകയാണ് എന്ന് പറഞ്ഞ് കടത്തുകാരൻ അവൻ നീന്തി രക്ഷപ്പെട്ടു. ഈ പണ്ഡിതനായ മനുഷ്യൻ വെള്ളം കുടിച്ച് അവിടെ തന്നെ താഴുകയും ചെയ്തു. ഇതൊരു കഥയാണ്. പലപ്പോഴും മനുഷ്യ ജീവിതത്തിൽ നമ്മൾ ഓർക്കേണ്ടത്, നമ്മൾ അറിഞ്ഞ പാഠങ്ങളും നമ്മൾ പഠിച്ചിരിക്കുന്ന വലിയ വലിയ ചിന്തകളുമല്ല, ദൈവത്തിന്റെ കൃപയാണ് മനുഷ്യ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ളത്. നീന്താൻ അറിയാത്തവൻ കടലിൽ പോയാൽ വെള്ളത്തിൽ വീണാൽ ചാവുക തന്നെ ഉള്ളൂ. അതുകൊണ്ട് ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനമാണ് വേദപ്രമാണം, അതിനടിസ്ഥാനമാണ് പ്രാർത്ഥനയും ഉപവാസവും. നാളെ മുതൽ നമ്മൾ 25 നോമ്പിലേക്ക് പ്രവേശിക്കുകയാണ്. എന്തിനാണ് നോമ്പ് നോക്കുന്നത്, എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് അത് ആചരിക്കുവാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ ജീവിതത്തിൽ നീന്തലറിഞ്ഞ് രക്ഷപ്പെടുന്നത് പോലെ നമുക്കും ഈ അനുഭവത്തിൽ നിന്ന് മുന്നേറുവാൻ കൃപ ലഭിക്കും. അതുകൊണ്ട് ഞാൻ ഓർപ്പിച്ചത്, ഈ പത്രോസിന് ദൈവത്തിന്റെ കൂടെ നടന്ന് ക്രിസ്തുവിനെ മനസ്സിലാക്കുവാൻ സാധിച്ചുവെങ്കിലും ക്രിസ്തുവിന്റെ വഴിയിൽ തടസ്സമായി അവൻ നിൽക്കുമ്പോൾ നിരാശയുടെ അനുഭവം അവനുണ്ടാകുകയാണ്. ഈ നിരാശയുടെ അനുഭവം പലപ്പോഴും നമ്മളെ ഭാഗ്യാവസ്ഥയിൽ നിന്നും തള്ളിയിടുവാൻ തക്കവണ്ണം ഇടയാകും. ഈ നിരാശയുടെ അനുഭവം എനിക്കും നിങ്ങൾക്കും ഉണ്ടോ എന്നുള്ളത് ഒന്ന് ചിന്തിക്കുവാൻ ഈ ധ്യാനത്തിൽ കൂടി ഇടയാകണം. കർത്താവ് നമ്മളോട് പറയുന്നു, നീ ഭാഗ്യവാനാകുന്നു. ഏതൊരവസ്ഥയിൽ? ക്രിസ്തു ദൈവപുത്രനാണ് എന്ന് വിശ്വസിച്ച് ഏറ്റുപറയുന്നുവെങ്കിൽ ആ വിശ്വാസത്തിന്റെ അനുഭവമാണ് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ടത്. പത്രോസിനുണ്ടായ ഒന്നാമത്തെ വീഴ്ച നിരാശയുടെ അനുഭവം. രണ്ടാമതായിട്ട് പത്രോസിനുണ്ടായ വീഴ്ചയെ കുറിച്ച് പറയുന്നത് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 32 മുതൽ 42 വരെയുള്ള വേദഭാഗം. വിശുദ്ധനായ മർക്കോസ് ശ്ലീഹായുടെ സുവിശേഷം 14-ാം അധ്യായം 32 മുതൽ 42 വരെയുള്ള വേദഭാഗം. ഈ വേദഭാഗം നിങ്ങൾ വീട്ടിൽ വായിക്കണം. ഇതും വളരെ സുപരിചിതമായ വേദഭാഗമാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഗെത്സമനാം തോട്ടത്തിലെ പ്രാർത്ഥനയുടെ അനുഭവം. എന്താണ് ഇവിടെ സംഭവിച്ചത്? കർത്താവ് വേദനയിൽ
താൻ ലോകത്തിന് വേണ്ടി ക്രൂശിക്കപ്പെടുവാൻ പോകുന്നു എന്നുള്ള വേദനയിൽ കർത്താവ് ഗെത്സമനാൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കുവാനായി പോവുകയാണ്. പ്രാർത്ഥിക്കുവാനായി പോകുമ്പോൾ കർത്താവ് തന്റെ ശിഷ്യന്മാരെ മുഴുവൻ വിളിച്ചുകൊണ്ടാണ് പോകുന്നത്, അല്ലേ? വിളിച്ചുകൊണ്ട് പോകുന്നു. വേദഭാഗത്ത് പറയുന്നു, കുറച്ചു കഴിഞ്ഞ് അവർ പ്രാർത്ഥിക്കുവാനായി പോകുന്ന ഗെത്സമനോടത്തിന് മുന്നോടിയായി എന്ത് ചെയ്തു? കർത്താവ് പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും വേർതിരിച്ച് വീണ്ടും കുറച്ചു ദൂരം കൂടെ നടന്നു. ബാക്കി ശിഷ്യന്മാർ അവിടെ നിൽക്കുകയാണ്. ഇവരെ 3 പേരെയും കൂട്ടി കർത്താവ് വീണ്ടും ഗെത്സമനാൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കുവാനായി പോകുന്നു. അങ്ങനെ അവൻ പ്രാർത്ഥിക്കുവാനായി അടുക്കുന്നതിന് മുമ്പ് പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും അവിടെ ഇരുത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ ഉണർന്നിരുന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇങ്ങനെ പറഞ്ഞ് ഉത്തരവാദിത്വം ഏൽപ്പിച്ച ശേഷം കർത്താവ് വീണ്ടും എന്ത് ചെയ്തു? ഗെത്സമനാൻ തോട്ടത്തിൽ പോയി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും നീക്കണമേ. ഇങ്ങനെ വേദനയോടുകൂടി താൻ ലോകത്ത് അനുഭവിക്കുവാൻ പോകുന്ന പ്രയാസത്തെ മുന്നിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുവാനായി കടന്നു പോകുന്ന യേശു ക്രിസ്തു ശിഷ്യന്മാരെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു. എന്ത്? നിങ്ങൾ ഉണർന്നിരുന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. യേശു ക്രിസ്തു പ്രാർത്ഥിക്കുവാനായി പോവുകയാണ്. ഇവിടെ ഒരു വലിയ മധ്യസ്ഥ പ്രാർത്ഥന നടക്കുകയാണ്, അല്ലെ? പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, നിനക്ക് വേണ്ടി ഞാൻ ലോകത്തിലേക്ക് വന്നു, ഞാൻ ക്രൂശിതനാകാൻ പോവുകയാണ്. നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം നീക്കണമേ. ഈ അനുഭവം നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൽ മുറിവുണ്ടാകാതെ രക്തം നമ്മുടെ ശരീരത്തിൽ നിന്ന് പൊടിയുമോ? അങ്ങനെ ഒരു സയൻസ് പഠിപ്പിക്കുന്നുണ്ടോ? എവിടെയെങ്കിലും നമ്മുടെ ശരീരത്തിൽ മുറിവുണ്ടാകാതെ രക്തം പൊടിയുമോ? ഇല്ല. പക്ഷെങ്കിൽ ഇതിന് വിപരീതമായി നമ്മൾ കാണുകയാണ്, കർത്താവ് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിന്റെ വിയർപ്പുതുള്ളി രക്തമായി ഭൂമിയിലേക്ക് വീഴുന്നു. എന്താണ്? തന്റെ ആത്മാവിന്റെ വേദനയിൽ, തന്റെ ആത്മാവിന്റെ നരകത്തിൽ തന്റെ വിയർപ്പ് തുള്ളികൾ രക്തമായി ഭൂമിയിലേക്ക് വീഴുകയാണ്. ഇങ്ങനെ വേദനപ്പെടുന്ന അനുഭവത്തിൽ കർത്താവ് തിരിച്ച് ഇറങ്ങി വരുമ്പോൾ കാണുന്നത് പത്രോസും യോഹന്നാനും യാക്കോബും ഉറക്കം തൂങ്ങുകയാണ്. കർത്താവ് പറയുന്നു, ഉണർന്നിരുന്ന് കുറച്ചു നേരം കൂടെ എന്നോട് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് സാധ്യമല്ലേ? അവരെ വിളിച്ചുണർത്തി. വീണ്ടും കർത്താവ് പ്രാർത്ഥിക്കുവാനായി പോയി. വീണ്ടും വന്നു. വീണ്ടും ഇറങ്ങുകയാണ്. കർത്താവ് തിരിച്ചുപോയി. വീണ്ടും പ്രാർത്ഥിച്ച് തിരിച്ചു വന്നു. എന്റെ സമയമായി, ഇനിയും നിങ്ങൾ ഉറങ്ങിക്കൊള്ളുവീൻ എന്ന് കർത്താവ് അവരോട് പറഞ്ഞതാണ് വേദഭാഗം. എന്താണ് ഇവിടുത്തെ പത്രോസിനെ പറ്റിയത്? പത്രോസിനോട് പറഞ്ഞു, യാക്കോബിനോട് പറഞ്ഞു, യോഹന്നാനോട് പറഞ്ഞു, നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. പക്ഷെങ്കിൽ അവർ ഉറങ്ങിപ്പോയി. രണ്ടാമത്തെ പത്രോസിന്റെ വീഴ്ചയാണ് ഉറക്കത്തിന്റെ വീഴ്ച, ഉറക്കത്തിന്റെ അനുഭവം. എന്താണ് ഉറക്കത്തിന്റെ പ്രത്യേകത? ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഉറങ്ങാത്തവരുണ്ടോ? ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഉറങ്ങാത്തവരുണ്ടെന്ന് കൈവെക്കാം. ഉറങ്ങാത്തവരുണ്ടെങ്കിൽ മാനസികമായ ടെൻഷൻ പോലെ ഉറങ്ങാത്തതല്ല, നമ്മളെല്ലാവരും ഉറങ്ങുന്നതാണ്, അല്ലേ? എന്തിനാണ് ഉറങ്ങുന്നത്? ഉറക്കം വീഴ്ചയാണോ? എന്തിനാണ് ഉറങ്ങുന്നത്? ഉത്തരവില്ല. പക്ഷെങ്കിൽ 24 മണിക്കൂർ ഉറങ്ങും. എന്തിനാണ് ഉറങ്ങുന്നത്? റിലാക്സ് ചെയ്യാൻ വേണ്ടിയാണ്, അല്ലേ? നമ്മുടെ ശരീരത്തിനൊരു റിലാക്സ് അല്ലെങ്കിൽ ഒരു ശരീരത്തിന്റെ വിശ്രമത്തിന് വേണ്ടിയാണെന്ന് പറയും. ഈ ഉറക്കത്തിന് ചില പ്രത്യേകതകളുണ്ട്. എന്താണ് ഉറക്കത്തിന്റെ പ്രത്യേകത? നിങ്ങളത് മനസ്സിലാക്കണം. ഒന്നാമതായി ഉറക്കത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സമയം പോകുന്നത് അറിയില്ല. ശരിയല്ലേ? വൈകിട്ട് 8 മണിക്ക് ഒരു കട്ടിലേക്ക് കടന്നു, രാവിലെ 6 മണിക്ക് എഴുന്നേറ്റു. ഇത്ര പെട്ടെന്ന് നേരം വെളുത്തോ? ചോദിക്കാറില്ലേ? എത്ര മണിക്കൂർ ഉറങ്ങി? 9 മണി തൊട്ട് 6 മണി വരെ ഉറങ്ങി. എത്ര മണിക്കൂർ ഉറങ്ങി? 9 മണിക്കൂർ ഉറങ്ങി. പിന്നെയും ചോദിക്കുകയാണ്, എന്താ ചോദിച്ചത്? ഇത്ര പെട്ടെന്ന് സമയം പോയോ? 9 മണിക്കൂർ ഉറങ്ങിയത് അറിഞ്ഞില്ല. ഉറക്കത്തിന്റെ ഒരു പ്രത്യേകതയാണ് സമയം പോകുന്നത് അറിയില്ല. ഇപ്പോൾ ഈ രണ്ടാമത്തെ ഉറക്കത്തിന്റെ പ്രത്യേകത മറ്റൊന്നാണ്. എന്താ ഉറക്കത്തിന്റെ പ്രത്യേകത? മറ്റൊന്ന് പറയുന്നത്, ചുറ്റും നടക്കുന്നത് ഒന്നും അറിയില്ല. വല്ല അറിയാമോ? ഉറങ്ങി കിടക്കുന്ന മനുഷ്യന്റെ ചുറ്റും നടക്കുന്നതെന്ന് അറിയാമോ? ഒന്നും അറിയില്ല, അല്ലേ? ഉറക്കത്തിൽ കിടന്ന് എന്തെങ്കിലും അങ്ങനെ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? അതൊരു ദിവ്യജ്ഞാനമാണ് കേട്ടോ. അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് അവരെ സൂക്ഷിക്കണം. ഉറക്കത്തിൽ മറ്റു നടക്കുന്നത്, ചുറ്റും നടക്കുന്നത് നമുക്കറിയാൻ സാധ്യമല്ല. മൂന്നാമത്തെ മറ്റൊരു പ്രത്യേകതയാണ്, അവനവനിൽ നടക്കുന്ന വ്യത്യാസങ്ങൾ പോലും അവൻ അറിയുന്നില്ല. ഉറക്കത്തിൽ നമ്മുടെ ശരീരത്തിൽ മാറ്റം ഉണ്ടാകുന്നുണ്ടോ? ഉറക്കത്തിൽ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുന്നുണ്ടോ? ഉണ്ട്. സയൻസ് പഠിപ്പിക്കുന്നു, മനുഷ്യൻ വളരുന്നത് ഉറക്കത്തിന്റെ അനുഭവത്തിൽ ബ്രെയിൻ വളരുന്നു, അല്ലേ? അവന് മനസ്സ്, ശരീരം റിലാക്സ് ചെയ്യുമ്പോൾ ഇതുപോലുള്ള കുഞ്ഞുങ്ങൾ കൂടുതൽ സമയം ഉറങ്ങണം എന്ന് ശാസ്ത്രം പറയുന്നത്.
കൊച്ചു കുഞ്ഞുങ്ങള് ഫുൾ ടൈം ഉറക്കുകയാണ്. കാരണം അവരുടെ ബ്രെയിനിന്റെ വളർച്ചയുടെ സമയത്ത് ഉറക്കം ആവശ്യമാണ്. ഉറങ്ങുന്ന വ്യക്തിയിൽ അവന്റെ ആന്തരികമായും ഭൗതികമായും അവന്റെ ശരീരത്തുണ്ടാകുന്ന മാറ്റങ്ങൾ പോലും അവൻ അറിയുന്നില്ല. ശരിയല്ലേ? അപ്പോൾ ഉറക്കം ഒരു വീഴ്ചയാണ് എന്ന് പറയുമ്പോൾ ഉറക്കം നല്ലതാണ്. പക്ഷെങ്കിൽ ഉറക്കം കൂടുമ്പോൾ എന്ത് പറ്റും? അതൊരു വീഴ്ചയായിട്ട് മാറും. അതുകൊണ്ട് കുംഭകർണനെ കുറിച്ച് പറയാറില്ലേ അല്ലെ? ഹിന്ദു പുരാണത്തിൽ 6 മാസം ഉറക്കം, 6 മാസം പ്രവൃത്തി. പലപ്പോഴും നമ്മളും എങ്ങനെയാണ് കുംഭകർണ സേവ ചെയ്ത് കൂടുതൽ ഉറങ്ങുക, കൂടുതൽ കിടക്കുക എന്ന് സദൃശവാക്യത്തിൽ പറയുന്നത് പോലെ തന്നെ അല്ലേ? കൂടുതൽ ഉറങ്ങുക, കൂടുതൽ സന്തോഷിക്കുക. പക്ഷെങ്കിൽ സദൃശവാക്യത്തെ പുസ്തകം തന്നെ പറയുന്നുണ്ട്. സദൃശവാക്യങ്ങൾ 6-ാം അധ്യായം 4-ാം വാക്യം മുതൽ വായിച്ച ഉറക്കത്തെ കുറിച്ച് മനസ്സിലാകും. അതുപോലെ തന്നെ 6-ാം അധ്യായം 10-ഉം 11-ഉം വാക്യം വായിക്കും പറയുന്നു, ഉറക്കം ഉറങ്ങുന്നവനെ പഴംതുണിക്ക് തുല്യനാക്കും. എന്താ പറയുന്നത്? ഉറക്കം ഉറങ്ങുന്നവനെ പഴം തുണിക്ക് തുല്യനാക്കും. എന്താ പഴയുടെ പ്രത്യേകത? കീറിപ്പോകും അല്ലേ? മനുഷ്യ ഉപയോഗശൂന്യമാകും, അത് മറ്റാർക്കും ഉപയോഗമില്ലാതെ പോകും. ഇതുപോലെയാണ് ഉറക്കത്തിന്റെ അനുഭവം. അതുകൊണ്ട് ഉറക്കത്തിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ എന്താ പത്രോസിനുണ്ടായ ഉറക്കം? തന്റെ ഉത്തരവാദിത്വം മറന്നുള്ള ഉറക്കം. അവന് ചില ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്താണ്? നിങ്ങളെ ഞാൻ വേർതിരിച്ച് വീണ്ടും കൊണ്ടുപോവുകയാണ്, ഞാൻ പ്രാർത്ഥിക്കുവാനായി പോകുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതാണ് അവരെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം. പക്ഷെങ്കിൽ പത്രോസ് മറന്നുപോയി അരിമനാഥനായ ക്രിസ്തു വേദനയിൽ പിടയുകയാണ് എന്നുള്ളത്. തന്റെ രക്ഷകനായ ക്രിസ്തു വേദനയിൽ കഷ്ടപ്പെടുകയാണ് എന്ന് പത്രോസ് മറന്നുപോയി. ഈ മറവി പലപ്പോഴും നമുക്കും ഉണ്ടാകാറുണ്ട്. പത്രോസ് ഭാഗ്യവാൻ എന്ന് വിളിച്ച അവസ്ഥയിൽ നിന്നും താഴേക്ക് പോകുവാൻ രണ്ടാമതായ കാരണമായത് അവന്റെ ഉറക്കത്തിന്റെ അനുഭവമായിരുന്നു. അപ്പോൾ നമുക്കും ഒരു ഉത്തരവാദിത്വമില്ലേ? എന്താണ് പ്രത്യേകമായ കാതോലിക്കര് സെന്നറിയൊക്കെ ആഘോഷിച്ച് മറൈൻ ഡ്രൈവിൽ വലിയ മീറ്റിംഗും കൂടി ലോകം മുഴുവൻ വലിയ വ്യക്തികളെ അല്ലെങ്കിൽ സമൂഹം മുഴുവനെ കണ്ടതാണോ നമ്മുടെ ഉത്തരവാദിത്വം? അല്ല. നമ്മുടെ ഉത്തരവാദിത്വം ഉണർന്നിരുന്ന് ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായി കഴിയണം. ഉണർന്നിരുന്ന് ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കാട്ടിക്കൊടുക്കുവാൻ കഴിയണം. ക്രിസ്തു എനിക്കായി കാൽവറിയിൽ യാഗമായെങ്കിൽ അവനെ ലോകത്തിന് കാട്ടിക്കൊടുക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. അതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അല്ലാതെ മറ്റ് ലോകപ്രകാരമുള്ള പലതും അഭ്യാസങ്ങൾ കാട്ടുകയല്ല. പലരും മറന്നു പോവുകയാണ്. ക്രിസ്തു പറയുന്നു, അങ്ങനെയുള്ളവരെ കർത്താവ് വിളിച്ച വിളിയാണ് സാത്താനെ. അതുകൊണ്ട് ഓർക്കുക, പത്രോസിന്റെ ജീവിതത്തിലുണ്ടായ രണ്ടാമത്തെ വീഴ്ച ഉറക്കത്തിന്റെ അനുഭവം. തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തിൽ നിന്നും വിസ്മരിച്ചുകൊണ്ടുള്ള ഉറക്കം. ഇത് നമുക്കും വീഴ്ച അനുഭവത്തിലേക്ക് ആയിത്തീരുവാൻ ഇടയായിത്തീരും. മൂന്നാമതായി പത്രോസിന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന വീഴ്ച വിശുദ്ധ മത്തായിയുടെ യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 10-ഉം 11-ഉം വാക്യം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 10-11 വാക്യം. എന്താ പറ്റിയത്? കർത്താവ് ഗേത്സമനാന്തോളത്തിൽ പ്രാർത്ഥിച്ച് ഇറങ്ങി വരികയാണ്. ഈ വേദഭാഗം പറഞ്ഞു എഴുതിയിരിക്കുന്നവർ വീട്ടിൽ പോയി ഒന്ന് വായിക്കണം ദയവ് ചെയ്ത്. കർത്താവ് ഗേത്സമനാന്തോളത്തിൽ നിന്നും പ്രാർത്ഥിച്ച് താഴേക്ക് വരികയാണ്. താഴേക്ക് വരുമ്പോൾ അവരെന്ത് ചെയ്യുന്നു? കുറച്ചുപേര് തന്നെ പിടിക്കുവാനായി വടിയും വാളുമായിട്ടൊക്കെ യൂദായുടെ നേതൃത്വത്തിൽ വരികയാണ്. അപ്പോൾ കർത്താവ് ചോദിക്കുന്നു, നിങ്ങൾ ആരെയാണ് തിരയുന്നത്? അപ്പോൾ അവർ പറയുന്നു, യേശു ക്രിസ്തുവിനെ ഞങ്ങൾ തിരയും. അത് ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവര് ക്രിസ്തുവിനെ പിടിക്കുവാനായി ശ്രമിച്ചപ്പോൾ പത്രോസ് പറയുന്നു, തന്റെ ഉറയിൽ കിടന്ന വാളെടുത്ത് മഹാപുരോഹിതന്റെ ദാസനായ മൽക്കോസിന്റെ ചെവി മുറിച്ചു. തന്റെ ഉറയിൽ കിടന്ന വാളെടുത്ത് മഹാപുരോഹിതന്റെ ദാസനായ മൽക്കോസിന്റെ ചെവി മുറിച്ചു. കർത്താവ് ഉടനെ പത്രോസിനോട് പറയുന്നു, പത്രോസേ, വാളെടുക്കുന്നവൻ വാളാൽ മരിക്കും, നിന്റെ വാൾ ഉറയിലിടുക. എന്താണ് പത്രോസിനുണ്ടായ വീഴ്ച? പത്രോസ് ആരാണ്? ക്രിസ്തുവിന്റെ കൂടെ നടന്ന് ലോകത്തെ ക്ഷമയുടെ സ്നേഹത്തിന്റെ അനുഭവം പഠിപ്പിക്കുന്ന രക്ഷകനായ ക്രിസ്തുവിന്റെ ശിഷ്യന്മാരായ സ്ലീഹന്മാരിലെ തലവനാണ്. പത്രോസിന് എന്ത് പറ്റി? പത്രോസും ഒരു നിമിഷം വീഴ്ചയിലേക്ക് വീണു. എന്താണ് ആ വീഴ്ച എന്ന് പറയുന്നത്? കോപത്തിന്റെ അനുഭവം, ക്ഷമയില്ലായ്മയുടെ അനുഭവം എന്ന വീഴ്ചയിലേക്ക് പത്രോസ് വീണുപോയി. പത്രോസിനുണ്ടായ മൂന്നാമത്തെ വീഴ്ചയാണ് കോപത്തിന്റെ അനുഭവം അല്ലെങ്കിൽ ക്ഷമയില്ലായ്മയുടെ അനുഭവം. പലപ്പോഴും നമുക്കും ഇങ്ങനെ വരാറില്ലേ? പെട്ടെന്ന് കോപിക്കുന്ന അനുഭവം പല വ്യക്തികൾക്കുമുണ്ട്. പെട്ടെന്ന് പ്രതികരിക്കുന്ന പല അനുഭവവും നമുക്കുണ്ട്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നു,
കേൾക്കുവാൻ വേഗതയും പറയുവാൻ താമസവുമുള്ളവരാകണം നിങ്ങൾ. പിന്നൊന്ന് പറയും, ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് 10 പ്രാവശ്യം ആലോചിക്കണം. കയ്യിൽ നിന്ന് പോയ ഒരു കല്ലും വായിൽ നിന്ന് പോയൊരു വാക്കും തിരിച്ചെടുക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് കോപത്തിന്റെ അനുഭവത്തിൽ ബൈബിളിൽ പറയുന്നു, കോപിപ്പീൻ, നിങ്ങൾ പാപം ചെയ്യരുത്. സങ്കീർത്തനക്കാരൻ പറയുന്നു, കോപിച്ചാൽ നിങ്ങൾ സൂര്യാസ്തമനത്തിന് മുമ്പ് നിരന്നുകൊള്ളണം. എന്താ കോപത്തിന്റെ അനുഭവം? ചിലപ്പം പലപ്പോഴും നമ്മൾ അറിയാതെ തന്നെ പല വാക്കുകൾ പ്രയോഗിക്കും. പല അനുഭവവും നമുക്കുണ്ടാകും. കർത്താവ് പറയുന്നു, പത്രോസിനോട് തന്നെ മുൻ വേദഭാഗങ്ങൾ കർത്താവ് പഠിപ്പിച്ചു, സഹോദരനോട് എത്ര പ്രാവശ്യം ക്ഷമിക്കണം എന്ന് പത്രോസ് ശ്ലീഹ ചോദിച്ചപ്പോൾ കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളോട് പറയുന്നു 7 പ്രാവശ്യമല്ല 70 വട്ടം ക്ഷമിക്കണം എന്നേ ഞാൻ പറയുന്നത്. ഇന്നലെ പത്രോസിനെ പഠിപ്പിച്ചത് ആ പത്രോസ് തന്നെയാണ് ഇവിടെ എന്ത് ചെയ്തത്? കോപത്തിന്റെ അനുഭവത്തിലേക്ക് വീണുപോവുകയാണ്. അവന്റെ ദാസന്റെ കാതുവെട്ടുവാൻ അവനിടയായി തീർന്നു. അപ്പോൾ ഇവിടെ ഇരിക്കുന്നവർ ഓർക്കും, പത്രോസിന്റെ കയ്യിൽ വാളുണ്ടായിരുന്നു, ഞങ്ങളുടെ കയ്യിൽ വാളില്ല, അല്ലേ? ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഓർക്കുന്നത് അങ്ങനല്ലേ? പത്രോസിന്റെ കയ്യിൽ അന്നൊരു വാളുണ്ടായിരുന്നു, പക്ഷെ ക്രിസ്ത്യാനികൾക്ക് ഇന്ന് അങ്ങനെ ഒരു വാളിന്റെ പ്രയോഗം നമ്മുടെ ജീവിതത്തിലില്ല, നമ്മുടെ കയ്യിലുമില്ല. ശരിയാണോ? നമ്മുടെ വാൾ ഏതാ? അയ്യോ, പത്രോസിന്റെ വാളിനെക്കാട്ടും വലിയ വാൾ നമ്മുടെ വായിക്കകത്ത് കിടക്കുകയല്ലേ, അല്ലേ? നമ്മുടെ കയ്യിലുള്ള വാളെന്നാ? നാവ് എന്ന് പറയുന്ന ഒരായുധം. ശരിയല്ലേ? വാള് കൊണ്ട് വെട്ടിയാൽ ആ വെട്ടുന്നിടം മുറിയുമെന്നുള്ളതേ ഉള്ളൂ. പക്ഷെങ്കിൽ നാവ് കൊണ്ടൊരു വാക്ക് പ്രയോഗിച്ചു പോയാൽ അതൊരിക്കലും ഉണങ്ങുകയില്ല. നമ്മുടെയൊക്കെ വായ കൊണ്ടൊക്കെ പറയുന്നത് കേട്ടാൽ എന്തോ ഒരു വെച്ചാ എന്ന് പറഞ്ഞാലും ഞാൻ അത് പൊറുക്കാനേ തയ്യാറല്ല. ഞാൻ വേണേ അതങ്ങ് മറക്കാം, പക്ഷെങ്കിൽ ക്ഷമിക്കില്ല. ചില പറയാറില്ലേ, എനിക്ക് ക്ഷമിക്കുവാൻ കഴിയുകയില്ല. നമ്മുടെ കൂട്ടത്തിൽ തന്നെ സഹോദരങ്ങൾ തമ്മിൽ ബന്ധമില്ലാത്തവരില്ലേ? കോപത്തിന്റെ അനുഭവത്തിൽ കുടുംബജീവിതം തകർന്നവരില്ലേ? കോപത്തിന്റെ അനുഭവത്തിൽ ഇടവകയിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നവരില്ലേ? എത്രയെത്ര അനുഭവങ്ങൾ നമുക്ക് അറിയാൻ തക്കവണ്ണിടയാകും. ഒരിക്കലും ഒരു ദേവാലയത്തിൽ ബലിയർപ്പിക്കുവാനാണ് ഞാൻ പോയി. ദേവാലയം എന്ന് പറയുന്നത് ബലി കഴിഞ്ഞു പട്ടക്കാരൻ ത്രോണോസിൽ കുർബാനയ്ക്ക് പേര് ഓർക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് എന്റെ മുന്നിൽ കിട്ടിയ പേരിനകത്ത് ശോശാമ, ശത്രു സംഹാരം എന്നൊരു പദപ്രയോഗം ഞാൻ കണ്ടു. കുർബാനയ്ക്ക് പേരെഴുതി പട്ടക്കാരന്റെ കയ്യിൽ കൊടുത്തിരിക്കുകയാണ്. പട്ടക്കാരന്റെ മുന്നേ പേപ്പറിൽ എഴുതിയിരിക്കുന്നു ശോശാമ, ശത്രു സംഹാരം. എന്താ അച്ഛൻ ചെയ്യേണ്ടത്? ഞാൻ എന്ത് ചെയ്യണം? ഞാനൊന്നും പറഞ്ഞില്ല. സാറാമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, നമ്മുടെ ഉത്തരവാദിത്വമില്ല. പ്രാർത്ഥിച്ച് ഇറങ്ങി വന്നു. ഞാൻ ശുശ്രൂഷക്കാരനെ വിളിച്ചു, എന്താണ് ഈ ശോശാമയ്ക്കുള്ള പ്രയാസം? ശോശാമയുടെ ബ്രാക്കറ്റിൽ ശത്രുസംഹാരം എന്ന് എഴുതിയത്. അപ്പോൾ അവൻ പറഞ്ഞു, അച്ഛൻ പുതിയ ആളാണ്, അച്ഛൻ അറിയുകയില്ല. ഇവിടെ അടുത്തടുത്ത് വീടുകൾ കിടക്കുന്ന സഹോദരങ്ങളാണ് ശോശയും മറിയാമും. അടുത്തടുത്ത വീട്ടിലാണ്, സഹോദരങ്ങളാണ്. അപ്പോൾ ശോശാമയും മറിയാമും തമ്മിൽ ബദ്ധവൈരികളായി. ഇപ്പം മിണ്ടത്തൊന്നുമില്ല, സഹോദരങ്ങളാണ്. പക്ഷെങ്കിൽ ഒരുത്തൻ ഒരാളെ എങ്ങനെ അപായത്തിൽ പെടുത്തണമെന്ന് ആഗ്രഹിക്കും. അമ്പലത്തിൽ പോയി മൃത്യുജയഹോമോന്നോ അല്ലെ വെടിപൊട്ടിക്കുന്ന വഴിപാടോ ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. കുർബാന മധ്യ ശത്രുസംഹാരം എഴുതി കൊടുത്തിരിക്കുക. കാരണം എന്നാ? മറിയാമയ്ക്ക് ശോശാമയ്ക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുന്നത് കാണണം. അപ്പോൾ അവൾ പല പ്രയോഗങ്ങളും പ്രയോഗിക്കും. അവസാനം അച്ഛൻ പ്രാർത്ഥിച്ചാൽ ഇത് നടക്കും. എങ്ങനെയുണ്ട്? മനുഷ്യന്റെ പകയുടെയും വിദ്വേഷത്തിന്റെയും അസൂയയുടെയും ഫലങ്ങൾ എത്രമാത്രം മനുഷ്യ ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും പ്രയാസം ഉണ്ടാക്കാറില്ലേ? ഇങ്ങനെ എത്രയെത്ര അനുഭവങ്ങൾ, കോപത്തിന്റെ അനുഭവത്തെ കുറിച്ച് പറയുവാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഓർക്കുക, നമ്മുടെ ജീവിതത്തിലും ഈ കോപത്തിന്റെ അനുഭവം വീഴ്ചയിലേക്ക് നമ്മളെ കൊണ്ടുപോകും. എത്ര ഉന്നതാവസ്ഥയിലായിരുന്നാലും, എത്ര ധനവാനും എത്ര ഭാഗ്യാവസ്ഥയിലായിരുന്നാലും ഓർക്കുക, കോപത്തിന്റെ അനുഭവം പലപ്പോഴും നമ്മളെ തെറ്റിലേക്ക് നയിക്കുവാനിടയാകും. അതുകൊണ്ട് കോപത്തിനെ കുറിച്ച് പിതാക്കന്മാർ പറയുന്നത് ഞാൻ പലപ്പോഴും കുമ്പസാരത്തിൽ പറഞ്ഞു കൊടുക്കുന്നതാണ്. കോപം വരുമ്പോൾ പിതാക്കന്മാർ പറയുന്നു, നിങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രാർത്ഥന ആ സമയത്ത് ചൊല്ലണം. ഇപ്പൊ നമുക്ക് അടക്കുവാൻ വയ്യാത്ത കോപം വരുമ്പോൾ സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥനയാണെങ്കിലും ചൊല്ലിക്കൊണ്ടിരിക്കണം. കാരണം ദൈവത്തിന്റെ അനുഭവത്തിൽ ദൈവവാക്കുകൾ ഉരുവിട്ടാൽ മനസ്സിലുണ്ടാകുന്ന കോപത്തിന്റെ അനുഭവമൊക്കെ മാറിപ്പോകും. കോപം വരുമ്പോൾ വീണ്ടും ജ്വലിച്ചു കൊടുക്കാറില്ലേ? അവനെ അങ്ങനെ നമ്മൾ കൂടെ നിൽക്കുന്നവരെ പറയും, അവനെ അങ്ങനെ വിട്ടാലൊക്കത്തില്ലടി, അല്ലേ? നമ്മുടെ കൂടെ നിൽക്കുന്നവനും പറയും, അവനെ അങ്ങനെ വിട്ടാലൊക്കത്തില്ല, അവന് ശരിക്കും വല്ലതും കൊടുക്കണം. സഹോദരന്റെ കേസ് കൊടുക്കാൻ പറയും, നീ കേസ് കൊടു. അവനെ അങ്ങനെ വിട്ടാലൊക്കുകയില്ല. കാരണം എന്നാ? നമ്മുടെ സമൂഹത്തിൽ നമ്മളെ കൂടെ നിൽക്കുന്നവർ പലപ്പോഴും നമ്മളെ പ്രോത്സാഹിപ്പിക്കുമ്പോഴും നമ്മൾ ഓർക്കുക,
കോപത്തിന്റെ അനുഭവം, നമ്മുടെ നാക്കിന്റെ അനുഭവം എന്താണ്? യാക്കോബ് ശ്ലീഹ തന്റെ ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നത് മുഴുവൻ നാവിനെ കുറിച്ചാണ്. നാവെന്ന് പറയുന്നത് ഒരു വലിയ കാട്ടുതീയാണ്. വായിച്ചാൽ മതി. നാവെന്ന് പറയുന്നത് കപ്പിത്താനില്ലാതെ ഓടുന്ന കപ്പൽ പോലെയാണ്. നാവ് എന്ന് പറയുന്നത് ഒരു വലിയ വിഷമാണ്. അതുപോലെ നാവെന്ന് പറയുന്നത് കടിഞ്ഞാണില്ലാത്ത കുതിരയാണ്. ഇങ്ങനെയൊക്കെയാണ് യാക്കോബ് ശ്ലീഹ നാവിനെ കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് ഓർക്കുക, പത്രോസിന്റെ കയ്യിൽ വാളുണ്ടെങ്കിൽ അതിനെക്കാട്ടിലും വലിയ വാള് നമ്മുടെ കയ്യിലുണ്ട്. അതെങ്ങനെ ഉപയോഗിക്കണം എന്ന് നമ്മൾ പഠിക്കണം. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, കോപത്തിന്റെ അനുഭവം, ക്ഷമയില്ലായ്മയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ പത്രോസിനുണ്ടായ വീഴ്ചയുടെ അനുഭവം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകും. പത്രോസ് ദൈവസന്നിധിയിൽ ലോകരക്ഷകനായ ക്രിസ്തുവിന്റെ സഹോശിഷ്യനായിരുന്നുവെങ്കിലും വീഴ്ച പറ്റിപ്പോയി. ഈ വീഴ്ച എനിക്കും നിങ്ങൾക്കും ഒരു വലിയ പരാജയത്തിന്റെ അനുഭവം സമ്മേളിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുവാൻ നമുക്ക് ഇടയാകരുത്. അതുകൊണ്ട് പത്രോസിന്റെ വീഴ്ചയിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. ഞാൻ 3 വീഴ്ച പറഞ്ഞു. ഒന്നാമതായി പത്രോസിനുണ്ടായ വീഴ്ച നിരാശയുടെ വീഴ്ച. രണ്ടാമതായി അവന് പറ്റിയത് എന്തായിരുന്നു? അവന് പറയുന്നത് കോപത്തിന്റെ അനുഭവം. മൂന്നാമതായി പറയുന്നു ക്ഷമയില്ലായ്മയുടെ, കോപത്തിന്റെ വീഴ്ചയുടെ അനുഭവം. നാലാമതായി പറയുന്ന അവന്റെ വീഴ്ച വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 54-ാം വാക്യം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 54-ാം വാക്യം. ഈ വേദഭാഗം പറയുന്നത് കർത്താവിനെ പിടിച്ചുകൊണ്ട് അവർ ഗോൽഗുഥാ മലയിലേക്ക് കൊണ്ടുപോവുകയാണ്. വിചാരണയോ കഴിഞ്ഞ് കർത്താവിനെ ഗോൽഗുഥാ മലയിലേക്ക് കൊണ്ടുപോവുകയാണ്. കൊണ്ടുപോയപ്പോൾ സ്ത്രീകളും മറ്റു പുരുഷാരങ്ങളും എല്ലാവരും കർത്താവിനെ കരഞ്ഞുകൊണ്ട് അനുഗമിക്കുകയാണ്. കർത്താവ് പറയുന്നത് തന്നെ, യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലിക്കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരവീൻ. ആരെ ഓർത്ത കരയേണ്ടത്? നമ്മുടെ മക്കളെ ഓർത്ത് കരയണം. ഇത് നമുക്ക് ഇന്ന് തലമുറയ്ക്ക് ഏറ്റവും ആവശ്യം, മക്കളെ ഓർത്ത് കരയണം. കർത്താവ് പറയുന്നതാണ്, നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഓർത്ത് കരയണം, എന്നെ ചൊല്ലി കരയേണ്ട. ഇങ്ങനെ വലിയൊരു പുരുഷാരം കർത്താവിന്റെ കൂടെ ഗോൽഗുഥായിലേക്ക് യാത്രയാകുമ്പോൾ ഈ വേദഭാഗത്ത് പറയുന്നു, പത്രോസ് ഒരകലം വിട്ട് കർത്താവിനെ അനുഗമിച്ചു. വേദഭാഗം ഓർക്കുക, വാക്യം ഓർക്കുക. പത്രോസ് കർത്താവിനെ ഒരകലം വിട്ട് അനുഗമിച്ചു. എന്തിനാ അകലം വിട്ട് അനുഗമിക്കുന്നത്? കർത്താവിന്റെ കൂടെ നടക്കുന്നവരല്ലേ? ആണോ? കർത്താവിന്റെ ശിഷ്യന്മാരെന്ന് പറഞ്ഞാൽ, നമ്മുടെ കൂടെ നിൽക്കുന്ന സഹോദരന്മാരെന്ന് പറഞ്ഞാൽ, സഹോദരന്മാരെന്ന് പറഞ്ഞാൽ ആരാ? സുഖത്തിലും ദുഃഖത്തിലും നമ്മുടെ കൂടെ ഉള്ളവരാകണം. അതുകൊണ്ടാണ് പറയുന്നത്, സുഖത്തിലുണ്ടാം സഖിമാരനേകം, ദുഃഖം വരുമ്പോൾ പുനരാരുമില്ല. സുഖത്തിൽ, സന്തോഷത്തിൽ, പ്രതാപത്തിൽ വളരെ ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടാകും. പക്ഷെങ്കിൽ ദുഃഖം വരുമ്പോൾ ഞാനും എന്റെ നിഴലും മാത്രം. ഇത് കവി പാടിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇതുപോലെ തന്നെ കർത്താവിന്റെ കൂടെ ശിഷ്യന്മാരായ 12 പേരെ തെരഞ്ഞെടുത്തു. കർത്താവിന്റെ കൂടെ നടക്കാനുള്ളവരാണ് അവരാരും ക്രിസ്തുവിന്റെ കൂടെ ഇല്ല. കൂടെയുള്ളവരായ പത്രോസ് ഒരു അകലം വിട്ട് കർത്താവിനെ അനുഗമിക്കുകയാണ്. എന്താണ് പത്രോസിന്റെ മനസ്സിലുണ്ടായിരുന്നത്? പത്രോസിന്റെ മനസ്സിലുണ്ടായിരുന്നത്, യേശുവിന് സംഭവിക്കുന്നത് എനിക്ക് കാണണം, പക്ഷെങ്കിൽ എനിക്ക് യാതൊന്നും സംഭവിക്കരുത്. പത്രോസിന്റെ മനസ്സിന്റെ നമ്മൾ റീഡ് ചെയ്താൽ ഇങ്ങനെയാണ് പറയുന്നത്. എന്താണ്? യേശുവിന് സംഭവിക്കുന്നത് എനിക്ക് കാണണം, എന്നാൽ എനിക്ക് യാതൊന്നും സംഭവിക്കരുത്. ഇതായിരുന്നു പത്രോസിന്റെ മനസ്സിലെ ചിന്ത. അതുകൊണ്ട് എന്ത് ചെയ്തു? അകലം വിട്ട് ക്രിസ്തുവിനെ അനുഗമിക്കുകയാണ്. അതുകൊണ്ട് യേശുവിന് ഉണ്ടാകുന്നത് എനിക്കുണ്ടാകരുത്. ക്രിസ്തുവിന് എന്തുണ്ടാകാൻ പോകുന്നു? ക്രിസ്തുവിനെ കാൽവറിയിൽ യാഗമാകാനായി പോവുകയാണ്. ഒരു പക്ഷെങ്കിൽ ക്രിസ്തുവിന്റെ കൂടെ നടക്കുന്നവനാണ് ഞാൻ എന്നറിഞ്ഞാൽ എന്ത് പറ്റും? എന്നെയും പിടിച്ച് ക്രൂശിക്കുവാൻ തക്കവണ്ണം ഇടയുണ്ട്. അതുകൊണ്ട് കർത്താവിനെ ക്രൂശിച്ചോട്ടെ, പക്ഷെങ്കിൽ എനിക്കൊന്നും സംഭവിക്കരുത്. ഇതാണ് അവൻ അർത്ഥം. അവൻ അകലം വിട്ട് ക്രിസ്തുവിനെ അനുഗമിച്ചു എന്നാണ്. സഭാചരിത്രം പഠിക്കുമ്പോൾ നമ്മുടെയൊക്കെ അറിയാവുന്നതാണ്, AD 1-ാം നൂറ്റാണ്ട് മുതൽ 3-ാം നൂറ്റാണ്ട് വരെ പീഡയുടെ കാലഘട്ടമായിരുന്നു. റോമിൽ പീഡയുടെ കാലഘട്ടം. അങ്ങനെ പീഡ അനുഭവിക്കുമ്പോൾ 1-ാം നൂറ്റാണ്ടിൽ 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഏറ്റവും ശ്രദ്ധേയമായ ഒരു പിതാവാണ് സ്മിർനയിലെ പോളികർപ്പോസ്. പല പിതാക്കന്മാരുണ്ട്. സ്മിർനയിലെ പോളികർപ്പോസ് പിതാവിനെ അന്നത്തെ രാജാവായിരുന്ന വാലന്റൈൻ അല്ലെങ്കിൽ ചക്രവർത്തി പിടിച്ച് മുന്നിൽ നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ കൊല്ലുവാനായി അവനെ ചിരച്ഛേദം ചെയ്യുവാൻ തക്കവണ്ണം കൽപ്പന കിട്ടു.
അവസാനം അവരോട് ചോദിച്ചു, രാജാവ് പറയുകയാണ്, നിനക്കിപ്പോൾ ഒരു സമയം കൂടി തരികയാണ്. ക്രിസ്തുവിനെ പരിത്യജിച്ച് ക്രിസ്തുവിനെ ത്യജിച്ചു റോമൻ അധികാരികളെ അംഗീകരിച്ചാൽ നിന്റെ ശിക്ഷയിൽ നിന്ന് നിനക്ക് മോചനം നൽകും. ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന ശ്രദ്ധേയമായൊരു വാക്യമാണ് പറയുന്നത്. ഞാൻ 86 പൊളിക്കർപ്പോസ് തിരിച്ച് രാജാവോട് പറയുകയാണ്, ഞാൻ 86 വർഷം സേവിച്ച എന്റെ ദൈവം എനിക്ക് യാതൊരു കുറവും ഇതുവരെയും വരുത്തിയിട്ടില്ല. പിന്നെ ഞാൻ അവനെ എങ്ങനെ തിരിച്ചു പറയും? ശ്രദ്ധിച്ചോർക്കുക, കഴിഞ്ഞ 86 വർഷം ദൈവം എന്നെ പരിപാലിച്ചപ്പോൾ എനിക്ക് യാതൊന്നിനും പ്രയാസമുണ്ടായില്ല. എന്നെ വഴി നടത്തി ക്രിസ്തുവിനെ ഞാൻ എങ്ങനെ തിരിച്ചു പറയും? ധൈര്യസമേതം പോളികർപ്പോസ് ശിരച്ഛേദം ചെയ്ത് കൊല്ലപ്പെടുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ, ക്രിസ്തുവിന് വേണ്ടി മരിക്കുവാൻ വിളിക്കപ്പെട്ട പത്രോസിന് വീഴ്ചയുടെ അനുഭവവും ഉണ്ടാകുന്നു. അവൻ ദൂരെ നിന്ന് ക്രിസ്തുവിനെ കാണുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപക്ഷെങ്കിൽ നമ്മളും ക്രിസ്ത്യാനികളാണ് പറയുന്നുവെങ്കിലും ദൂരെ നിന്ന് ക്രിസ്തുവിനെ കാണുവാൻ ആഗ്രഹിക്കുന്നവരാണ് പലരും നമ്മള്, അല്ലേ? ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഒത്തിരി കോലാഹലം നടക്കുമ്പോൾ ഒത്തിരി ആൾക്കാർ കൂടും, അല്ലേ? ഒത്തിരി കോലാഹലങ്ങൾ സഭയിലോ മറ്റു പല ക്രമീകരണം നടക്കുമ്പോൾ ആളുകൾ ഒത്തിരി കൂടും. എത്രയോ യുവാക്കൾ നമ്മുടെ സഭയിലുള്ളത്. പക്ഷെങ്കിൽ കുർബാന അനുഭവിക്കാൻ വരുമ്പോൾ 10 യുവാക്കളെ പോലും പള്ളിയിൽ കാണാൻ സാധിക്കില്ല. എനിക്ക് വളരെ വേദനയുള്ള കാര്യമായത്. യുവാക്കളൊരു യുവ മീറ്റിംഗ് കൂടിക്കൂ, ഒരു ഭദ്രാസന മീറ്റിംഗ് യുവകട കൂട്ടിക്കൂ, ഇതുപോലെയുള്ള എന്തെങ്കിലും സമ്മേളനം കൂടിക്കൂ, യുവാക്കൾ ഒത്തിരി കൂടും. എവിടുന്നാണെന്ന് കാക്കയുടെ കൂട്ട് യുവാക്കൾ കൂടും. പക്ഷെങ്കിൽ ആരാധനയെ സംബന്ധിക്കാൻ പറയുമ്പോൾ യുവാക്കളെ ഒന്നും കാണുവാൻ സാധിക്കില്ല. കാരണം എന്നാ? കോലാഹലങ്ങളുടെ മധ്യേ ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ, കോലാഹലങ്ങളുടെ മധ്യേ ക്രിസ്തുവിനെ അറിയുവാൻ ശ്രമിക്കുന്നുവെങ്കിലും ദൂരെ നിന്ന് എല്ലാം വീക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു സമൂഹം. ഇതിന്റെ പ്രതിനിധിയാണ് പത്രോസ്ലീഹ. കർത്താവ് വേദന അനുഭവിക്കുവാനായി പോകുമ്പോൾ ദൂരെ നിന്ന് കാണുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ അനുഭവം പത്രോസിന്റെ ജീവിതത്തിൽ ഒരു വലിയ ചോദ്യമുണ്ടാകുന്നു. 3.5 വർഷക്കാലം ക്രിസ്തുവിന്റെ കൂടെ നടന്നിട്ട് ക്രിസ്തുവിനെ പത്രോസ് അറിഞ്ഞു. ചെറുപ്പത്തിൽ മാമോദിസ മുങ്ങിയ നമ്മളൊക്കെ, ഇപ്പോൾ ഇരിക്കുന്നവരൊക്കെ 10-40 വയസ്സ് മേലുള്ളവരുണ്ട്. ഞാനിവിടെ ചോദിക്കുന്നു, മാമോദിസ മുങ്ങിയത് മുതൽ ഇത്രയും വർഷക്കാലം ക്രിസ്തുവിനെ കൂടെ നടന്ന് കുർബാന അനുഭവിച്ച് സഭയുടെ വിശ്വാസിയെ കടന്നു പോകുന്നവർ, ഇപ്പോൾ ജീവിക്കുന്നവർ ക്രിസ്തുവിനെ അറിഞ്ഞിട്ടുണ്ടോ? ഇതൊരു വലിയ ചോദ്യമാണ്. സുന്ദരമെന്ന ഗോപുരവാദത്തിൽ ഇരിക്കുന്ന ഭിക്ഷയാചിക്കുവാനിരിക്കുന്നവരോട് യോഹന്നാനും പത്രോസ്ലീഹായും കടന്നു പോകുമ്പോൾ അവൻ ചോദിച്ചു, എനിക്കെന്തെങ്കിലും തരണമേ? അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായത്തിൽ എനിക്കെന്തെങ്കിലും തരണമേ? ഉടനെ പത്രോസ് പറയുകയാണ്, ഞങ്ങളുടെ കയ്യിൽ വെള്ളിയും പൊന്നുമില്ല, ഞങ്ങൾക്കുള്ളത് എന്നാ? നസ്രേനായ യേശുവിന്റെ നാമത്തിൽ നീ ശുദ്ധനാകുക. എനിക്ക് തരാനുള്ളത് എന്താണ്? പൊന്നും വെള്ളിയും എനിക്കില്ല, ഞങ്ങൾക്ക് തരുവാനുള്ളത് നസ്രേനായ യേശുവിനെയാണ്. ഇത് പറയുവാൻ എനിക്കും നിങ്ങൾക്ക് കഴിയുമോ? ഞങ്ങളുടെ കയ്യിൽ പുല്ലും വെള്ളിയുമില്ല, അഭ്യാസങ്ങളൊന്നുമില്ല, വലിയ പ്രതാപങ്ങളില്ല, സ്ഥാനമാനങ്ങളില്ല, എനിക്ക് ക്രിസ്തുവിനെ നൽകുവാൻ കഴിയും എന്ന് പറയുന്ന ഒരു വിശ്വാസ സമൂഹം നമ്മുടെ സഭയിലുണ്ടോ? നമുക്കുണ്ടാകണം. അതാണ് ഇന്നിന്റെ ആവശ്യം. മറ്റ് സ്ഥാനമാനങ്ങളോ പലതരമുള്ള അല്ലെങ്കിൽ മറ്റ് ജംഗമ വസ്തുക്കളോ പ്രതാപങ്ങളോ നേടിയെടുക്കുക എന്നുള്ളതല്ല സഭയുടെ ഉത്തരവാദിത്വം, നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്വം. ക്രിസ്തുവിനെ മറ്റുള്ളവർ കാട്ടിക്കൊടുക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നസ്രേനായ യേശുവിന്റെ നാമത്തിൽ നീ ശുദ്ധനാകുക എന്ന് പറഞ്ഞപ്പോൾ ക്രിസ്തുവിനെ കാട്ടിക്കൊടുക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയുമോ? പത്രോസിന് കഴിയാതെ പോയതും ഇത് തന്നെയാണ്. ഒരുപക്ഷെങ്കിൽ അവൻ ക്രിസ്തുവിന്റെ കൂടെ നടന്നിരുന്നെങ്കിൽ അവനെയും ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കുമായിരുന്നു. എത്ര തരമായ ഭാഗ്യകരമായ അവസ്ഥയായിരുന്നു. ഒരുപക്ഷെങ്കിൽ ശീമോന് കിട്ടിയ ഭാഗ്യം കുരിശ് ചുമക്കാനായിരുന്നുവെങ്കിൽ, പത്രോസ് കൂടെ നടന്നിരുന്നെങ്കിൽ കർത്താവിന്റെ കൂടെ അവന് മരിക്കാമായിരുന്നു. ഇതവൻ ഒരു വലിയ അനുഭവം നഷ്ടപ്പെടുത്തി. പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തുവിനെ അനുഗമിക്കുന്നത് എങ്ങനെയാണ്? ക്രിസ്തുവിനോട് കൂടെ നടന്നോ, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ദൂരെ നിന്ന് ക്രിസ്തുവിനെ അറിയുവാനുള്ള അനുഭവമാണോ? ഈ ഒരു ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ. 4-ാമതായി പത്രോസിന്റെ വീഴ്ച, അവൻ ദൂരെ നിന്ന് ക്രിസ്തുവിനെ അനുഗമിച്ചു എന്നുള്ളതാണ്. 5-ാമതായി പത്രോസിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വീഴ്ചയെ കുറിച്ച് പറയുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 25-ാം വാക്യം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം
18 അധ്യായം 25 വാക്യം. ഈ വേദഭാഗത്ത് പറയുന്നത്, അങ്ങനെ കർത്താവിന്റെ കൂടെ ഒരു അകലം വിട്ട് അനുഗമിക്കുന്ന പത്രോസ്ലീഹ കുറച്ചു കഴിഞ്ഞപ്പോൾ, തണുപ്പ് വന്നപ്പോൾ എന്തിനു പോയി പറയുന്നത്? അവൻ തീ കായുവാനായി പോയി എന്നാണ്. എന്തിനു പോയി? തീ കായുവാനായി പോയി. ആ രംഗം ഒന്ന് ആലോചിച്ച് നോക്കിയേ. തന്റെ കൂടെ നടന്ന് 3.5 വർഷക്കാലം തന്നെ എല്ലാ അഭ്യാസങ്ങളും പഠിപ്പിച്ച ഗുരുനാഥൻ, ലോകത്തിലേക്ക് വന്ന് പാപം വഹിക്കുവാൻ തക്കോണം കടന്നു വന്ന ലോകരക്ഷകനായ ക്രിസ്തു, താൻ ലോകരക്ഷകനെന്ന് ഏറ്റുപറഞ്ഞ അരിമനാഥൻ, കാൽവറിയിൽ യാഗമാകുവാനായി കുരിശു വഹിച്ചുകൊണ്ട് പോകുന്ന അനുഭവത്തിൽ ദൂരെ നിന്ന് അനുഗമിക്കുന്ന പത്രോസ്ലീഹ തീ കായുവാനായി പോയി. എന്താണ്? ഭൗതിക സുഖങ്ങൾ ആഗ്രഹിച്ചുള്ള മനുഷ്യന്റെ ഓട്ടത്തെ പ്രതിദാനം ചെയ്യുകയാണ്. അവൻ അല്പനേരം തണുപ്പ് സഹിച്ചുകൊണ്ട് കർത്താവിന്റെ കൂടെ നടക്കാൻ മധ്യസ്ഥനല്ലേ? പക്ഷെങ്കിൽ പത്രോസ്ലീഹ എന്ത് ചെയ്തു? തീ കായുവാനായി പോവുകയാണ്. അവനൊരു പക്ഷെങ്കിൽ തീ കായുവാൻ പോയത് കൊണ്ടാണ് ഇന്ന് നീ കോഴിക്കും മുമ്പേ 3 വട്ടം എന്നെ തള്ളിപ്പറയും എന്ന് കർത്താവ് പറഞ്ഞ വാക്ക്, പ്രവചനം, അത് ഫലിക്കുവാനായിട്ട് ഇടയായത്. പലപ്പോഴും മനുഷ്യൻ ഭൗതിക സുഖങ്ങൾക്ക് വേണ്ടി ഓടുമ്പോൾ ദൈവത്തെ മറന്നു പോകുന്നു എന്നുള്ളതാണ്. തീ കായുവാൻ പോയപ്പോൾ അവന് ശരീരത്തിൽ തണുപ്പേൽക്കാതിരിക്കുവാൻ തീ കായുവാനായി പോയി നിൽക്കുകയാണ്. ഇവിടെ കാണേണ്ടവൻ കർത്താവിന്റെ കൂടെ ആ ഗോൽഗുത്ത മലയിലേക്കുള്ള യാത്രയിൽ കർത്താവിന്റെ കൂടെ നടക്കേണ്ട ശിഷ്യനായ പത്രോസ്ലീഹ എന്തു ചെയ്തു? തീ കായുവാനായി പോയി. എന്തിന്? ശാരീരികമായ സൗഖ്യത്തിന് വേണ്ടിയുള്ള മനുഷ്യന്റെ ആഗ്രഹം. പലപ്പോഴും മനുഷ്യനും ഇങ്ങനെയാണ്, അവന്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഓടുകയാണ്. നിങ്ങൾ വായിച്ചിട്ടുണ്ടാകാം, ജോൺ ബെനിയന്റെ പരദേശി മോക്ഷയാത്ര എന്ന് പറയാൻ ശ്രദ്ധേയമായ ഒരു പുസ്തകമുണ്ട്. ജോൺ ബെനിയന്റെ പരദേശി മോക്ഷയാത്ര. ഈ പുസ്തകം നിങ്ങളൊന്ന് വായിക്കണം. മലയാളവും ഇംഗ്ലീഷും ഒക്കെ ഇന്ന് ഫിലോക്കാലി എന്ന് പറയുന്ന ബുക്കിന്റെ കൂടെ ഒക്കെ നമുക്ക് ലഭിക്കുന്ന സൗജന്യ വിലക്ക് കിട്ടും. വായിച്ചു നോക്കണം. ഒരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ ക്രിസ്തു ഭക്തൻ അവൻ സ്വർഗീയ കനാലിലേക്കുള്ള യാത്രയിലാണ്. ആ യാത്രയിൽ അവന്റെ ജീവിതത്തിൽ ഒരു വലിയ ഭാണ്ഡക്കെട്ട് അവന്റെ ശരീരത്തുണ്ട്, അവന്റെ പുറത്ത് കിടക്കുകയാണ്. ഈ ഭാണ്ഡക്കെട്ടം വലിച്ചുകൊണ്ടാണ് ഇവൻ ക്രിസ്തു സന്നിധിയിലേക്ക് യാത്രയാകുന്നത്. ക്രിസ്ത്യാനികരണം എന്നൊക്കെ പറയുന്ന പുസ്തകം വായിച്ചാൽ മനസ്സിലാകും. എന്താണ്? അവൻ യാത്ര ചെയ്ത് പോകുമ്പോൾ അവന്റെ പുറത്തുള്ള ആ ഭാണ്ഡക്കെട്ടുകൾ അവൻ വഹിച്ചുകൊണ്ട് പോവുകയാണ്. പ്രയാസങ്ങളും അവന്റെ ജീവിതത്തിലെ മനുഷ്യ അനുഭവങ്ങളും ഒക്കെ ആയിട്ട് അവൻ യാത്ര ചെയ്യുകയാണ്. ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ ഈ ഭാണ്ഡം അവന് നഷ്ടപ്പെടും. നമ്മുടെ യാത്രയിലും നമുക്ക് പലപ്പോഴും അനുഭവിക്കേണ്ടതായിട്ട് വരും. പലപ്പോഴും നമ്മൾ ഓർക്കേണ്ടത് സുഖം മാത്രം മതി, ദുഃഖം വേണ്ട എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹമായി ഇതൊക്കെ. നമുക്ക് സുഖം മാത്രം മതി, ദുഃഖം വേണ്ട. ദുഃഖ വെള്ളിയാഴ്ച വേണ്ട, ഉയർപ്പ് മാത്രം മതി എന്ന് ചിന്തിച്ച് നടക്കും. ദുഃഖ വെള്ളിയാഴ്ച ഇല്ലാതെ ഉയർപ്പുണ്ടോ? പലപ്പോഴും മനുഷ്യൻ ഇങ്ങനെയാണ്. സുഖം മാത്രം മതി, ദുഃഖം വേണ്ട എന്ന് ചിന്തിക്കുന്ന ആധുനിക സമൂഹത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ഇവിടെ നമ്മൾ ഓർക്കേണ്ടത്, ജീവിതം എന്ന് പറയുന്നത് കഷ്ടതകളുടെയും പ്രയാസങ്ങളുടെയും പങ്കപ്പാടുകൾ ഏറ്റുകൊണ്ടുള്ള യാത്രയാണ്. പരദേശി മോക്ഷയാത്രയിൽ പറയുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് പറയുന്നത്, എപ്പോൾ ഞാൻ ദൈവസേനയിൽ ചെന്ന് ചേരുവാനിടയാകും അപ്പോഴാണ് എൻ്റെ വേദനകളൊക്കെ മാറുവാനിടയാകുന്നത് എന്ന് പാട്ടുകാരൻ പാടുന്നത്. അതുകൊണ്ട് ഓർക്കണം, നമ്മുടെ ജീവിതത്തിൽ പത്രോസിനെ പോലെ ഭൗതിക സുഖത്തിന് വേണ്ടിയുള്ള നെട്ടോട്ടം ഓടുവാൻ ശ്രമിക്കുന്നുവെങ്കിൽ ഇത് പരാജയത്തിന്റെ അനുഭവമാകും. ഇന്ന് മതങ്ങളൊക്കെ നമുക്ക് നൽകുന്നത് എന്താണ്? ഒരുപക്ഷെങ്കിൽ ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും വിനയത്തിന്റെയും മാതൃകയൊക്കെ പറയുന്ന മതം തന്നെ ഇന്ന് ഒരു പക്ഷെങ്കിൽ കോർപ്പറേറ്റ് എന്ന് പറയുന്ന സിസ്റ്റത്തിലേക്ക് മാറിപ്പോവുകയാണ്. വലിയ സൗധങ്ങൾ പണിയുവാൻ, വലിയ പള്ളികൾ പണിയുവാൻ, വലിയ വലിയ സൗധങ്ങൾ പണിയുവാൻ, വലിയ രമ്യകർമ്മങ്ങളും ബലിമാണുകളൊക്കെ പണിത് ഇതാണ് തിയോളജി എന്ന് വിശ്വസിപ്പിക്കുകയാണ് നമ്മളെയൊക്കെ. ഇതല്ല തിയോളജി. ഇവിടെ ഓർക്കേണ്ടത്, ഇതിനെ പറയുന്നതാണ് പ്രോസ്പെരിറ്റി തിയോളജി. ഭൗതികതയുടെ ആത്മീയത എന്ന് പറയും. മനുഷ്യനോട് ഇതിനു വേണ്ടിയാ, ഭൗതികതയ്ക്ക് വേണ്ടിയാ. എവിടെ ദൈവമുണ്ടോ അവിടെ കൊടുകയാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ കണ്ടൊരു പോസ്റ്റ് എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. യേശു വിളിക്കുന്നു ചങ്ങനാശ്ശേരിയിൽ. മനസ്സിലായി? യേശു വിളിക്കുന്നു ചങ്ങനാശ്ശേരിയിൽ. മറ്റൊരു വാക്യം, ആത്മാഭിഷേകം തിരുവല്ല സ്റ്റേഡിയത്തിൽ. എന്താ എന്റെ അർത്ഥം? പരിശുദ്ധാത്മാവ് അഭിഷേകം കുമ്പനാട്ടിൽ. ഇതൊക്കെ എന്ന പൊളിയാണ് പ്രോസ്പെരിറ്റി തിയോളജി. ഭൗതികതയുടെ പേരിൽ മനുഷ്യനെ ചൂഷണം ചെയ്യുന്ന മതസമൂഹം. കോടികളാണോ പള്ളികൾ പണിയുവാൻ ആവശ്യം? ദൈവം വസിക്കുന്നില്ല. ഉടനല്ലോ
നിങ്ങൾ ദേവാലയം പണിയുന്നു, പക്ഷെങ്കിൽ ദൈവം അതിൽ വസിക്കുന്നില്ല താനും. സങ്കീർത്തനക്കാരൻ പറയുന്നു. ഭൗതികതയല്ല ജീവിതത്തിന് അടിസ്ഥാനം, ആത്മീയതയാണ്. ദൈവത്തെ വിളിക്കുവാൻ മതി എന്ന് വിശ്വസിക്കുന്ന ഒരു ആത്മീയത നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സഭയിലും ഉണ്ടാകണം. ഇതാണ് നിന്റെ ആവശ്യം. അതുകൊണ്ട് ഭൗതികതയുടെ പുറകിൽ മനുഷ്യൻ പോകുന്നുവെങ്കിൽ അവിടെ പരാജയമുണ്ടാകും എന്ന് ഓർക്കുക. പത്രോസ്ലീഹായ്ക്ക് പറ്റിയ വീഴ്ച ഇതാണ്. അതുകൊണ്ട് നമ്മൾക്ക് ഓർക്കേണ്ടത്, എന്തുകൊണ്ടാണ് മദർ തെരേസയെ നമ്മൾ ഓർക്കുന്നത്? എന്തുകൊണ്ടാണ് ഫാദർ ഡാമിയനെ ഓർക്കുന്നത്? അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് ഗാന്ധിജി വിളിക്കുകയായതിനാണ്. ഇന്ത്യയിലെ കോടികൾ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുവാൻ, മറുതുണിക്ക് തുണി ഉടുക്കുവാൻ കഴിവാല്ലാതെ കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? അവർക്ക് വേണ്ടി ജീവിക്കുവാൻ ശ്രമിച്ച ഗാന്ധിജി. ഇവിടെയാണ് ഓർക്കേണ്ടത്, ഭൗതികതയ്ക്ക് വേണ്ടിയുള്ള ഓട്ടമല്ല നമ്മുടെ ജീവിതം. പത്രോസിന്റെ 5ാമത്തെ വീഴ്ചയായിരുന്നു ഭൗതികതയ്ക്ക് വേണ്ടിയുള്ള ഓട്ടം. 6ാമതായി പത്രോസ്ലീഹായ്ക്ക് പറ്റിയ വീഴ്ചയെ കുറിച്ച് പറയുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 25-27 വാക്യം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 25-27 വാക്യം. ഇവിടെ ഞാൻ പറഞ്ഞു, പത്രോസ് കർത്താവിനെ സുഖമന്വേഷിച്ചു പോയപ്പോൾ വെറും ഒരു സ്ത്രീയുടെ മുമ്പിൽ, ഒരു ബാല്യക്കാരുടെ മുമ്പിൽ ക്രിസ്തുവിനെ അറിയില്ല എന്ന് തള്ളിപ്പറഞ്ഞു. 4ാമത്തെ വീഴ്ച ഏതായിരുന്നു? ഞാൻ ക്രിസ്തുവിനെ അറിയില്ല എന്ന് തള്ളിപ്പറഞ്ഞു. പ്രിയ സഹോദരങ്ങളെ, ഭൗതിക സുഖത്തിന് വേണ്ടി നമ്മൾ ഓടുമ്പോൾ ദൈവത്തെ അറിയില്ല എന്ന് പറയുവാൻ നമ്മൾക്ക് ഇടയായിത്തീരും. ഈ വഴിയിലേക്ക് പോകുവാൻ എനിക്കും നിങ്ങൾക്കും ഇടയാകരുത്. 7ാമതായിട്ട് പത്രോസ്ലീഹായ്ക്കുണ്ടായ വീഴ്ചയെ കുറിച്ച് പറയുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 3-ാം വാക്യം. ഈ വേദഭാഗത്ത് പറയുന്നു, എന്താണ്? പത്രോസ്ലീഹ കർത്താവിന്റെ ഉയർപ്പിന് ശേഷം ശ്ലീഹന്മാരോട് പറയുകയാണ്, ഞാൻ ഇനിയും എൻ്റെ പഴയ തൊഴിലിലേക്ക് പോവുകയാണ്. ക്രിസ്തു വിളിച്ചത് മനുഷ്യരെ പിടിക്കുവാൻ വിളിച്ച പത്രോസ്ലീഹ, ഞാൻ ഇനിയും എൻ്റെ പഴയ തൊഴിലിലേക്ക് പോകുവാനായിട്ട് പോവുകയാണ്. തിബെരിയോസ് കടൽക്കരയിലാണ് രംഗം. രാത്രി മുഴുവൻ ധ്വാനിച്ചു, ഒരു മീനെ പോലും കിട്ടിയില്ല. കർത്താവ് വന്നു, പടകന്റെ വലതു ഭാഗത്ത് നിന്നു, വലതു ഭാഗത്ത് വീശുക എന്ന് പറഞ്ഞു. 153 പെരുത്ത മീൻകൂട്ടം അവന് ലഭിച്ചു. എന്താണ്? പഴയ പണിയിലേക്ക് പോയപ്പോൾ പത്രോസിന്റെ പരാജയം, ക്രിസ്തുവിനെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം അവൻ മറന്നുപോയി. അവൻ പഴയ പണിയിലേക്ക് പോയപ്പോൾ ക്രിസ്തുവിനെ ത്യജിക്കുവാൻ ഇടയായി തീർന്നു. പ്രിയ സഹോദരങ്ങളെ, സമയക്കുറവ് നിർത്തുകയാണ്. ഈ വേദഭാഗത്ത് ഞാൻ പറഞ്ഞു, ഭാഗ്യവാനെന്ന് വിളിച്ച പത്രോസ്ലീഹയുടെ അനുഭവത്തിൽ പല വീഴ്ചകൾ അവന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോവുകയാണ്. 1ാമത് അവന്റെ ജീവിതത്തിൽ വന്ന വീഴ്ച നിരാശയുടെ അനുഭവം. 2ാമത്തെ അവന്റെ വീഴ്ച ഉറക്കം എന്ന വീഴ്ച. 3ാമതായിട്ട് അവനെ പറ്റി ക്ഷമയില്ലായ്മയുടെ കോപത്തിന്റെ അനുഭവം. 4ാമതായി ക്രിസ്തുവിനെ കൂടെ അനുഗമിക്കേണ്ട പത്രോസ് അകലം വിട്ട് കർത്താവിനെ അനുഗമിച്ചു. 5ാമതായിട്ട് ഭൗതിക സുഖം നേടിയുള്ള അന്വേഷണം. 6ാമതായിട്ട് ഞാൻ അവനെ അറിയുന്നില്ല എന്ന് തള്ളിപ്പറയുവാൻ പത്രോസിനിടയായി. ഒരിക്കലും സംഭവിക്കുവാൻ പാടില്ലാത്തതാണ്. കർത്താവിന്റെ കൂടെ നടന്ന, ക്രിസ്തുവിനെ ദൈവത്തിന്റെ പുത്രൻ വിശേഷിപ്പിച്ച പത്രോസ്ലീഹ കർത്താവിനെ തള്ളിപ്പറയുവാൻ പാടില്ലാത്തതായിരുന്നു, പക്ഷെങ്കിൽ തള്ളിപ്പറഞ്ഞു. 7ാമതായി പഴയതിലേക്ക്, പഴയ അനുഭവത്തിലേക്ക്, പുതിയ അനുഭവത്തിലേക്ക് വന്ന പത്രോസ്ലീഹ പഴയതിലേക്ക് തിരിച്ചു പോകുവാൻ തക്കവണ്ണമുള്ള ശ്രമം. ഇത് പലപ്പോഴും നമുക്കുമുണ്ട്. മാമോദീസായി നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ, മാമോദീസയിൽ കൂടെ നമ്മൾ ആർജിച്ച വിശ്വാസങ്ങൾ, മാമോദീസയിൽ കൂടെ നമ്മൾ ആർജിച്ച പരിശുദ്ധാത്മാവിനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി, ഭൗതികതയ്ക്ക് വേണ്ടി ഉപേക്ഷിക്കുന്ന മനുഷ്യരുടെ തുല്യനാണ്. അതുകൊണ്ട് ഓർക്കുക, നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ആത്മീയതയിൽ നിന്നും പഴയതിലേക്കുള്ള തിരിച്ചുപോക്ക്, മറ്റു കാര്യങ്ങളിലേക്കുള്ള തിരിച്ചുപോക്ക് ദൈവത്തിന്റെ മുമ്പാകെയുള്ള വീഴ്ചയാണ് എന്ന് ഓർക്കണം. ഈ 7 വീഴ്ചകൾ പത്രോസിന് സംഭവിച്ചു. പക്ഷെങ്കിൽ പത്രോസ് വീണു, വീഴ്ചയിൽ നിന്നും എഴുന്നേറ്റു. കർത്താവോട് ചോദിക്കുകയാണ്, പത്രോസേ നീ എന്നെ സ്നേഹിക്കുന്നുവോ? എത്ര പ്രാവശ്യം ചോദിച്ചു? 3 പ്രാവശ്യം. പത്രോസേ നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഉപകർത്താവേ. പത്രോസേ നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഉപകർത്താവേ. പത്രോസേ നീ എന്നെ സ്നേഹിക്കുന്നുവോ? 3ാമത്തെ പ്രാവശ്യം പത്രോസ് പറഞ്ഞു, കർത്താവേ നീ എല്ലാം അറിയുന്നുവല്ലോ. കർത്താവേ നീ എല്ലാം അറിയുന്നുവല്ലോ. പത്രോസ് എവിടെ നിന്ന വീഴ്ചയുണ്ടായി? വീഴ്ചയിൽ നിന്നും എഴുന്നേറ്റു, കർത്താവിനെ അറിഞ്ഞു. തുടർന്ന് നമ്മൾ കാണുന്നു, കർത്താവിന് വേണ്ടി ജീവിതം തന്നെ നൽകുവാൻ പത്രോസിന് സാധിച്ചു. വീഴ്ചയുണ്ടാകാം, പലപ്പോഴും വീഴുവാൻ സാധ്യതയുണ്ട്. ഈ പറഞ്ഞ വീഴ്ചകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. പക്ഷെങ്കിൽ വീഴ്ചയിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പ് മനുഷ്യന് ആവശ്യമാണ്. വീഴാത്ത മനുഷ്യനില്ല.
അതുകൊണ്ടല്ല കുഞ്ഞുങ്ങൾ വീണേ പഠിക്കുകയുള്ളൂ, കുരച്ചേ പഠിക്കുകയുള്ളൂ അല്ലേ? പട്ടിയാണെങ്കിൽ അത് കുരച്ചേ പഠിക്കുകയുള്ളൂ എന്ന് പറയും. ഇതാണ് അതോട് ഓർക്കേണ്ടത്. മനുഷ്യന് വീഴ്ചയുണ്ടാകാം, തെറ്റുകൾ ഉണ്ടാകാം, വലിയ അനുഭവത്തിലും താഴേക്കുള്ള വീഴ്ചകൾ ഉണ്ടാകാം. പക്ഷെ ആ വീഴ്ചയുടെ അനുഭവത്തിൽ അതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അതുകൊണ്ട് ജീവിതത്തിൽ ഈ പറയുന്ന വീഴ്ചകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകാം, ഈ പറയുന്ന വീഴ്ചകളൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടാകാം. പ്രിയ സഹോദരങ്ങളെ, അതിൽ നിന്നുമുള്ള ഉയർത്തെഴുന്നേൽപ്പ്, അതിൽ നിന്നുമുള്ള ഒരു കരകയറ്റം, അതിൽ നിന്നുള്ള ഒരു പിന്മാറ്റം എനിക്കും നിങ്ങൾക്കും സാധ്യമാകണം. അതിന് നമ്മുടെ ആരാധനയും നമ്മുടെ ധ്യാനവും നമ്മുടെ ദൈവീക പഠനങ്ങളും ഇടയാക്കി തീർക്കണം. ആ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. പത്രോസ് നൽകുന്ന പാഠം ഒറ്റവാക്കിൽ പറഞ്ഞാൽ വീഴ്ചയിൽ നിന്നും വിമോചനത്തിലേക്കുള്ള സന്ദേശമാണ് പത്രോസിന്റെ ജീവിതം. വീഴ്ചയിൽ നിന്നും വിമോചനത്തിലേക്കുള്ള, നന്മയിലേക്കുള്ള കരകയറ്റത്തിന്റെ പാഠമാണ് പത്രോസിന്റെ ജീവിതം. ഈ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മടങ്ങിപ്പോകാം. നമ്മുടെ ധ്യാനത്തിന്റെ അനുഭവത്തിൽ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകളെ, തെറ്റുകളെ, പത്രോസേ നീ ഭാഗ്യവാനാകുന്നു എന്ന് പറഞ്ഞ കർത്താവിന്റെ അനുഭവത്തിൽ നിന്ന് പിന്മാറിപ്പോയ പത്രോസ് പിന്നീട് പറയുകയാണ്, കർത്താവിന്റെ കുരിശിൽ കിടന്ന് കർത്താവിനെ പോലെ കുരിശ് വഹിക്കുവാൻ ഞാൻ കഴിവുള്ളവനല്ല, ഞാൻ പ്രാർത്ഥന, അതുകൊണ്ട് എന്നെ തലകീഴായി ക്രൂശിക്കുന്നു. എത്രമാത്രം ശ്രേഷ്ഠകരമായ അനുഭവം! ഈ അനുഭവത്തിലേക്ക് എനിക്കും നിങ്ങൾക്കും കടന്നു വരുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കട്ടെ. വീഴ്ചയിൽ നിന്നുമുള്ള നല്ല പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നല്ല അനുഭവത്തിലേക്ക് വളരുവാൻ കർത്താവ് നമ്മുടെ പറയുകയാണ്. തിബരിയോസ് കടൽക്കരയിൽ വെച്ച് കർത്താവ് അപ്പത്തിനെയും വീഞ്ഞിനെയും നൽകി, വിശുദ്ധ കുർബാന നൽകി, അവന്റെ പാവമോചനം ക്ഷമിച്ച് അവനെ കൊണ്ട് ഏറ്റുപറയിപ്പിച്ച് കുംഭസാരം നടത്തി അവനെ പുതിയ മനുഷ്യനായി പത്രോസിനെ മാറ്റിയതുപോലെ നമുക്കും ദൈവവും മുമ്പാകെ പാപങ്ങളെ ഏറ്റുപറയാം, ദൈവവും മുമ്പാകെ നമ്മുടെ കുറവുകളെ ഏറ്റുപറയാം. അങ്ങനെ ഒരു നല്ല അനുഭവത്തിലേക്ക് വരുവാൻ പത്രോസിനെ പോലെ സാക്ഷി ജീവിതം നയിക്കുവാൻ തക്കവണ്ണം കർത്താവിന്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഒരു നിമിഷം നമുക്ക് തലകളെ ദൈവവും മുമ്പാകെ കുനിക്കാം. സ്നേഹവാനാ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, സന്തോഷകരമായ കുറെ സമയങ്ങൾ അങ്ങയുടെ മുമ്പാകെ ചെലവഴിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിച്ചു. കർത്താവേ, അങ്ങ് ഭാഗ്യവാൻ എന്ന് വിളിച്ച പത്രോസിന്റെ ജീവിതത്തിൽ വീഴ്ചയുടെ അനുഭവം ഉണ്ടായി. കർത്താവേ, ഞങ്ങളും പാപികളാകുന്നു, കുറവുള്ളവരാകുന്നു, തെറ്റുള്ളവരാകുന്നു. ഞങ്ങളും കർത്താവെ തെറ്റിൽ നിന്നും തിരികെ വരുവാൻ ആഗ്രഹിക്കുന്നു. പത്രോസിന്റെ ജീവിതത്തിലൂടെ നിരാശയുടെ അനുഭവം, ഉറക്കത്തിന്റെ അനുഭവം, ക്ഷമയില്ലായ്മയുടെ അനുഭവം, അകലം വിട്ട് നിന്നെ അനുഗമിക്കുന്ന അനുഭവം, ഭൗതിക സുഖത്തിന് വേണ്ടിയുള്ള അന്വേഷണം, നിന്നെ തള്ളിപ്പറയുന്ന അനുഭവം, പഴയതിലേക്ക് തിരിഞ്ഞു പോകുന്ന അനുഭവം, ഈ വീഴ്ചകളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിലും സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങളതിൽ പശ്ചാത്തപിക്കുന്നു. കർത്താവെ, അങ്ങ് ലോകരക്ഷകനായ ക്രിസ്തുവാകുന്നു നേരിട്ട് പറയുവാൻ, അങ്ങയ്ക്ക് വേണ്ടി സാക്ഷീകരിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. കർത്താവെ, അങ്ങയ്ക്ക് വേണ്ടി ജീവിതം നയിപ്പാൻ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിലെല്ലാമാകുന്നു എന്ന് സാക്ഷിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. വചനം കേട്ടിരിക്കുന്ന എല്ലാ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളെല്ലാവരെയും തിരുമുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ താഴ്മയായി യാചിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ.